السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, കിതാബ് തൗഹീദാണ് നമ്മൾ അഖീദയിൽ വിശ്വാസ കാര്യങ്ങളിൽ പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഗ്രന്ഥം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യത്തെ 2 അധ്യായങ്ങൾ അൽഹംദുലില്ലാഹ് പൂർത്തിയാക്കി. 3-ാമത്തെ അധ്യായം, അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് 2-ാമത്തെ അധ്യായമാണ്. നമ്മൾ 1-ാമത് എടുക്കുമ്പോൾ അത് പറഞ്ഞിരുന്നു. ചിലരത് കിതാബിൻ്റെ മുഖദ്ദിമയാണ്, അതൊരധ്യായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലിത് 2-ാമത്തെ അധ്യായമായിരിക്കും. ഈ അധ്യായത്തിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ബാബു മൻ ഹഖഖ തൗഹീദ് ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ് എന്നാണ്. ആരാണോ തൗഹീദ് സാക്ഷാത്കരിച്ചത്, യാതൊരു വിചാരണയും കൂടാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന കാര്യമാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തത്. കഴിഞ്ഞ അധ്യായത്തിൽ സഹോദരങ്ങളെ നമ്മൾ തൗഹീദിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബാബു ഫദ്ലി തൗഹീദാണ്. വമാ യുകഫിറുഹു മിനദ് ദുനൂബ്. തൗഹീദ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ, ശിർക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെയും ഒരാൾക്ക് തൗഹീദ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം തുടച്ചു കളയും. അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. എന്നാൽ തൗഹീദ് ഇല്ലെങ്കിൽ അയാളുടെ ഒരു പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല തുടങ്ങിയ തൗഹീദിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അഥവാ ചുരുക്കത്തിൽ നമ്മളവിടെ സമർത്ഥിച്ചത്, തൗഹീദുള്ളവൻ ഒരിക്കലും നരകത്തിൽ ശാശ്വതവാസിയാവുകയില്ല. അവൻ എത്ര വലിയ തിന്മകൾ ചെയ്തവനാണ് എങ്കിലും തൗഹീദുള്ളവൻ ഒരിക്കലും നരകത്തിൽ ശാശ്വതവാസിയാവുകയില്ല. ഒരു കടുകുമണിയോളം തൗഹീദ് അവൻ്റെ ഖൽബിലുണ്ട് എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ നിന്നും പുറത്തെടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, അദ്ദേഹം തൊട്ടടുത്ത അധ്യായത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ തർത്തീബ് നോക്കണം. അതിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ് ഈ അധ്യായത്തിലൂടെ മുസ്ലിമീങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതായത് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുള്ളത്. നീ കേവലം തൗഹീദ് ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച് ഒരു മുസ്ലിം ആയാൽ പോരാ. നീ തൗഹീദ് അത് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദ് പരിപൂർണമായി നിൻ്റെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നീ ഒരു വിചാരണയും കൂടാതെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ഉന്നതമായ ഒരു പദവിയാണ് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ. എന്താണ് സഹോദരങ്ങളെ തഹ്ഖീഖു തൗഹീദ്? തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾക്ക് കേവലം തൗഹീദുണ്ട്, ശിർക്കൊന്നും അയാൾ ചെയ്യുന്നില്ല എന്നതിലുപരി ഒരാൾ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൗഹീദിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. തൗഹീദിനെ പൊളിക്കുന്ന, അതിൻ്റെ മാറ്റു കുറക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. തൗഹീദിനെ പൊളിക്കുന്നതും അതിൻ്റെ മാറ്റു കുറക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തൗഹീദിനെ പൊളിക്കുന്ന കാര്യം ശിർക്കാണ്. മുഴുവൻ ശിർക്കിൽ നിന്നും അവൻ വിട്ടുനിൽക്കുന്നു. ഇതെല്ലാം മുവഹിദീങ്ങളും ചെയ്യേണ്ട കാര്യമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ മാറ്റു കുറച്ച് കളയുന്ന കാര്യങ്ങളാണ് ബിദ്അത്തുകളും മഅസിയത്തുകളും. കാരണം ബിദ്അത്തുകളും മഅസിയത്തുകളുമാണ് തൗഹീദ് ഉണ്ടായിട്ട് പോലും ഒരാൾക്ക് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതിൽ നിന്നും അവൻ തടസ്സമായിട്ടുണ്ടാവുക. ഒരാൾക്ക് മുവഹിദാണ്, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ ബിദ്അത്തുകളുണ്ടെങ്കിൽ, മഅസിയത്തുകളുണ്ടെങ്കിൽ ഈ തൗഹീദ് കൊണ്ട് അവന് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ ബിദ്അത്തിൻ്റെ തോതിനനുസരിച്ച്, മഅസിയത്തിൻ്റെ തോതിനനുസരിച്ച് അവന് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. തഹ്ഖീഖ് തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകൾ അവർ ശിർക്കുകളിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും, മഅസിയത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും.
ഇതാണ് അവരുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, തൗഹീദ് തഹ്ഖീഖു തൗഹീദ് 2 രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തഹ്ഖീഖു തൗഹീദ് അൽ കമാൽ, അതിൻ്റെ പരിപൂർണത, ഏറ്റവും പരിപൂർണ കമാലു തഹ്ഖീഖു തൗഹീദ് എന്ന് പറഞ്ഞാൽ അവൻ ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടൊപ്പം, ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടൊപ്പം, മഅസിയത്തുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതോടൊപ്പം എല്ലാവിധ കറാഹത്തായ കാര്യങ്ങളിൽ നിന്നും പോലും അവൻ വിട്ടുനിൽക്കും. കറാഹത്തായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താൽ കുറ്റമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന് പ്രതിഫലം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. അമ്പിയാക്കളുടെയും അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും വലിയ മഹത്തരമായ പദവിയാണത്. അതുപോലെ തന്നെ അവർ വാജിബായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒതുങ്ങുകയില്ല. അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളും അവർ ധാരാളക്കണക്കിന് വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. ഇതാണ് തൗഹീദ് സാക്ഷാത്കരിച്ചതിൽ പൂർണ്ണത കൈവരിച്ചവർ. കമാലു തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ചതിൽ പൂർണ്ണത കൈവരിച്ച ആളുകൾ. എന്നാൽ സഹോദരങ്ങൾ, അതിൻ്റെ അർത്ഥം അവർക്കൊരു പാപം സംഭവിക്കുകയില്ല എന്നല്ല. ഒരാൾ തൗഹീദ് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പരിപൂർണ ദറജയിലെത്തിക്കഴിഞ്ഞാൽ ഒരു പാപവും അയാൾക്ക് സംഭവിക്കുകയില്ല എന്നല്ല. മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവനായിരിക്കും. തൗബ ചെയ്ത് എത്രയും പെട്ടെന്ന് മടങ്ങുക എന്നുള്ളത് അവൻ്റെ വിശേഷണമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യരെല്ലാം തന്നെ തിന്മകൾ ചെയ്യുന്നവരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ആ തിന്മകൾ സംഭവിക്കുന്നവരിൽ തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും നന്മയുള്ള ആളുകൾ. അവർ വൈകിപ്പിക്കുകയില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവൻ്റെ തൗഹീദ് അത് ഏറ്റവും പരിപൂർണതയിലെത്തും. അതോടൊപ്പം ഒരു കാര്യം കൂടി, അവൻ്റെ ഖൽബ് അത് പരിപൂർണമായി റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരിക്കും. ഏതൊരവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അവൻ്റെ ബന്ധം, ഖൽബുമായിട്ടുള്ള അവൻ്റെ ബന്ധം അത് സുശക്തമായ ബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൗതികമായ കാര്യങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അവൻ്റെ മനസ്സിനെ തളച്ചിട്ടുകൊണ്ട് അവൻ്റെ തവക്കുലിൻ്റെ മാറ്റിൽ ബരമേൽപ്പിക്കുന്നതിൽ ഒരു കുറവും അവൻ വരുത്തുകയില്ല. ഇങ്ങനെ പരിപൂർണതയിലെത്തുന്നതാണ് കമാലു തഹ്ഖീഖു തൗഹീദ്, തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിൽ പരിപൂർണതയിലെത്തുക എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ പരിപൂർണത എത്തിയിട്ടില്ലെങ്കിലും തഹ്ഖീഖു തൗഹീദ് എന്ന പദവിയിലേക്ക് കൈവരിക്കാൻ അതിൽ ചില കാര്യങ്ങൾ കുറഞ്ഞാലും ഒരാൾക്ക് എത്താൻ സാധിക്കും. അതായത് അവൻ വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ മുസ്തഹബായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ട്, എങ്കിലും അവൻ തൗഹീദ് സാക്ഷാത്കരിച്ചവൻ തന്നെയാണ്. അതുപോലെ മഅസിയത്തുകൾ അവൻ ഒഴിവാക്കുന്നുണ്ട്, പക്ഷെ കറാഹത്തുകൾ ചിലത് അവനിലുണ്ട്, എങ്കിലും അവൻ തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രം. ഇതാണ് അതിൽ തമ്മിലുള്ള വ്യത്യാസമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ തൗഹീദിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തുകയും അങ്ങനെ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാൻ നാം എങ്ങനെയുള്ളവരാകണം? ഞാൻ എങ്ങനെയാണ് എൻ്റെ തൗഹീദ് സാക്ഷാത്കരിക്കുക എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമായിക്കൊണ്ടാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം തെളിവുകൾ നിരത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഒന്നാമത്തെ തെളിവ് സൂറത്തു നഹ്ലിലെ ഒരായത്താണ്. ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, വഖാല തആല, അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. ഏതൊരു അധ്യായം കൊടുത്താലും ആ അധ്യായവുമായി ബന്ധപ്പെട്ട ആയത്ത്, ഹദീസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അദ്ദേഹത്തിൻ്റെ വക ഒരു അഭിപ്രായമല്ല അദ്ദേഹം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ എന്നാണ് പറയുന്നത്. ഇതിലെവിടെയാണ്, ഈ ആയത്തിൽ എവിടെയാണ് ഇത് തൗഹീദ് സാക്ഷാത്കരിക്കേണ്ട രീതികൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പദവികൾ എവിടെയാണ് ഈ ആയത്തിൽ കൊടുത്തിട്ടുള്ളത്? ഈ ആയത്തിൽ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തൗഹീദ് ഏറ്റവും നന്നായി പൂർത്തിയാക്കിയ, സാക്ഷാത്കരിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും തൗഹീദ് മുറുകെ പിടിച്ച, ഷിർക്കിൻ്റെ ഒരു ലാഞ്ചനയും തൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും വരാൻ അനുവദിക്കാതിരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത് എടുത്തു കൊടുത്തത്? ആ മാതൃക നിങ്ങൾ പിൻപറ്റുക, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിക്കുക, അദ്ദേഹം എങ്ങനെയാണ് തൗഹീദ് പൂർത്തീകരിച്ചത്, സാക്ഷാത്കരിച്ചത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ തൗഹീദ്
അത് പരിപൂർണതയുള്ള സാക്ഷാത്കരിച്ച തൗഹീദാക്കി മാറ്റുക എന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിൽ കൊടുത്തത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഇതിലുള്ള ഓരോ വാക്കും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തഹ്ഖീഖ് തൗഹീദിൻ്റെ പദവിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹീം, തീർച്ചയായും ഇബ്രാഹീം അലൈഹിസ്സലാം അദ്ദേഹം കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് പറയുന്നത്. ഉമ്മത്ത് എന്നുള്ളത് ഖുർആനിൽ പല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പൊതുവെ അറിയാവുന്ന മുസ്ലിം ഉമ്മത്ത് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സമുദായം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദമാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരർത്ഥമാണ്, മറ്റൊരർത്ഥമാണ്, പ്രധാനപ്പെട്ട അർത്ഥമാണ് ഇവിടെ ഉപയോഗിച്ചത്. അത് ഇമാമുൻ മത്ബൂ, പിന്തുടരപ്പെടേണ്ട നേതാവ് എന്നാണ് ഉമ്മത്തിൻ്റെ അർത്ഥം. പിന്തുടരപ്പെടേണ്ട, അതിന് യോഗ്യതയുള്ള നേതാവിന് ഒരു ഉമ്മത്ത് എന്ന് പറയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു താല ഒരു ഉമ്മത്താണ് എന്നാണ് പറഞ്ഞത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്താണ്, ഇമാമാണ് എന്നാണ്. അതാ ഇമാമുൽ മുവഹിദീനാണ്, മുവഹിദീങ്ങളുടെ നേതാവാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുവഹിദീങ്ങളുടെ നേതാവാണെന്നതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മുവഹിദീങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തെ മുവഹിദീങ്ങളുടെ നേതാവായി പിന്തുടരപ്പെടേണ്ട, എല്ലാ നിലക്കും നമ്മൾ പിൻപറ്റേണ്ട ഇമാമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് അല്ലാഹു തആല പറയുന്നത് കാന ഉമ്മതൻ, അദ്ദേഹം പിൻപറ്റപ്പെടേണ്ട നേതാവാണ്. അതുപോലെ തന്നെ പറയുന്നു ഖാനിതൻ ലില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്തുടരപ്പെടേണ്ട നേതാവിന് പ്രധാനപ്പെട്ട 2 ക്വാളിറ്റി ഉണ്ട്, പ്രധാനപ്പെട്ട 2 ഗുണങ്ങളുണ്ട്. ആരാണ് ഇമാം? നേതൃത്വ പദവിയിലെത്തുന്ന ആളുകൾ, ഒരു ഇമാം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വജഅൽനാ മിൻഹും അഇമ്മതൻ, അവരിൽ നിന്ന് നാം ഇമാമുമാരെ ഉണ്ടാക്കി. യഹ്ദൂന ബി അംരിനാ ലമ്മാ സബറു വകാനു ബി ആയാതിനാ യൂഖിനൂൻ. വയഹ്ദൂന ബി അംരിനാ, അവർ നമ്മുടെ കൽപ്പന പ്രകാരമാണ് സഞ്ചരിക്കുന്നത്. ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോഴാണ്. വകാനു ബി ആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ യഖീനോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇമാമത്ത് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അത് 2 കാര്യങ്ങളും വേണം. അതൊന്ന്, അയാൾ ദൃഢവിശ്വാസിയായിരിക്കണം, കേവല വിശ്വാസിയായാൽ പോരാ, ഉറച്ചു വിശ്വസിക്കുന്ന മൂക്കിനായിരിക്കണം. 2, സാബിറായിരിക്കണം, എല്ലാ പരീക്ഷണങ്ങളിലും സഹിക്കാൻ സാധിക്കുന്ന സഹന ശക്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമായി മാറിയത് എന്നാണ്. അദ്ദേഹം മൂക്കിനായിരുന്നു, ഉറച്ച വിശ്വാസമായിരുന്നു, അചഞ്ചലമായ വിശ്വാസമായിരുന്നു. എന്തെല്ലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്. അദ്ദേഹം മുന്നിൽ കാണുകയാണ്, തീയിൽ കത്തിയാളും എന്നുള്ള കാര്യം മുന്നിൽ കാണുകയാണ്. അദ്ദേഹത്തിന് അറിയില്ല അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിക്കുമെന്നും ഈ തീയോട് തണുപ്പിക്കാൻ കൽപ്പിക്കുമെന്നൊന്നും അദ്ദേഹത്തിന് നേരത്തെ അറിയില്ല. അദ്ദേഹം അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തിൽ ആ ഘട്ടത്തിൽ പോലും, ഞാൻ കത്തിയെറിഞ്ഞാൽ പോലും, എൻ്റെ തോലുകൾ വെന്തെറിഞ്ഞാൽ പോലും തൗഹീദ് കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം നിലകൊള്ളുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ക്ഷമാശീലനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഉമ്മ എന്ന് പറയുന്ന ഇമാമാകാൻ 2 കാര്യം വേണം. ഒന്ന്, മൂക്കിനായിരിക്കണം, യഖീൻ ഉണ്ടാകണം. 2, സാബിറായിരിക്കണം, സബറുണ്ടാകണം എന്ന കാര്യം. രണ്ടാമതായി അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശേഷണമായി പറയുന്നു ഖാനിതൻ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖാനിത്താണ് എന്നാണ്. ഖാനിതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ കാന മുൻഖാദൻ ലില്ലാഹ് വ മുദാവമൻ അലാ ത്വാഅത്തില്ലാഹ് എന്നാണ്. അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെടുക. അള്ളാഹു എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ പൂർണ്ണമായി വിധേയപ്പെടുക. അതുപോലെ സദാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. സൽക്കർമ്മങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയില്ല. എപ്പോഴും സൽക്കർമ്മങ്ങളിൽ നിരതനായിക്കൊണ്ടേയിരിക്കുക. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ഗുണമായി അല്ലാഹു തആല പറയാം. എന്തിനാണ് അദ്ദേഹം ഈ ആയത്തോടെ കൊടുത്തത്? അതായത് തഹ്ഖീഖ് തൗഹീദ് ചെയ്യേണ്ട, സാക്ഷാത്കരിക്കേണ്ട ആളുകൾ അവർ സദാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഖാനിതൻ ലില്ലാഹ് എന്ന് പറയുന്ന വിശേഷണം ഓർക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ കാര്യത്തിൽ അവർ പിൻപറ്റേണ്ടതുണ്ട്. അതുപോലെ പറഞ്ഞു ഹനീഫ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫാണ്. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ഋജുമനസ്കൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഹനീഫ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒരു ചെരിവുള്ളത് എന്നുള്ള അർത്ഥം വാക്കിന് അറബി ഭാഷയിലുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് മാ ഇലം മിന ശിർക്കി ഇല തൗഹീദ്, അദ്ദേഹം ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ മഅസിയത്തുകളിൽ നിന്നും
താഅത്തിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, വഴിപ്പെടുന്നതിലേക്ക് എപ്പോഴും ചെരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനോടാണ് എപ്പോഴും പ്രിയം. തൗഹീദിനെ ഭാഗത്തേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ചായ്വ്. ഷിർക്കിൻ്റെ ഭാഗത്തോട് ഒരു താല്പര്യവുമില്ല, അവരോട് ഒരു കൂറുമില്ല. എപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും ചാഞ്ഞു നിൽക്കുന്ന ഹനീഫായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ പിൻപറ്റുന്നവരും അങ്ങനെയാണ്. ഷിർക്കിൻ്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും സദാ വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഈ 3 ഗുണങ്ങളാണ് സഹോദരങ്ങളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കാന ഉമ്മതൻ, അദ്ദേഹം പിന്തുടരപ്പെടേണ്ട ഇമാമാണ്. അതുപോലെ തന്നെ ഖാനിതൻ ലില്ലാഹ്, സദാ സൽക്കർമ്മങ്ങളിൽ നിരതനായിട്ടുള്ള ആളാണ്. മൂന്നാമത്തത് ഹനീഫ, അദ്ദേഹം ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തൗഹീദിൻ്റെ വക്താവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലം യകും മിനൽ മുശ്രിക്കീൻ, അള്ളാഹു ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയുകയാണ്, അദ്ദേഹം ഒരു കാലത്തും ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും ഖുർആനിൽ പറയുന്നത്? കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അംഗീകരിക്കാത്ത ആരും ലോകത്ത് മതവിശ്വാസികളായിട്ടുണ്ടാവുകയില്ല ആ കാലഘട്ടത്തിൽ. ആരാണ്? നസാറാക്കളും യഹൂദികളും. ഇവർ രണ്ടുപേരും ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ ആളാണ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആളാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല എപ്പോഴും പറഞ്ഞത് നിങ്ങളെപ്പോലെ മുശ്രിക്കുകളല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മക്കയിലെ മുശ്രിക്കുകൾക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ നേതാവാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റുന്ന ആളുകൾ മനസ്സിലാക്കണം, അദ്ദേഹം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനായിരുന്നില്ല. വലം യകും മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഇബാദത്തിൻ്റെ ഒരംശവും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് അതിനെതിരായിട്ട് പ്രവർത്തിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് എപ്പോഴും വലം യകും മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും സഹോദരങ്ങളെ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്ന 7 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൽമാണ്. എവിടെ നിന്നാണ് ഇൽമ് എന്ന് പറയുന്ന കാര്യം കിട്ടിയിട്ടുള്ളത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, യഖീൻ ഉണ്ടാകണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാണ്. യഖീൻ ഉണ്ടാകണമെങ്കിൽ, ഇമാമാകണമെങ്കിൽ നമ്മൾ പറഞ്ഞു കാന ഉമ്മതൻ, ഇമാമാകണം എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ മുവഹിദാകണമെങ്കിൽ അയാൾക്ക് ഇൽമ് അത്യാവശ്യമാണ്. യഖീനിൻ്റെ ആദ്യത്തെ പടിയാണ് ഇൽമ് എന്ന് പറയുക. അറിവ് അയാൾക്ക് അത്യാവശ്യമാണ്. അള്ളാഹു തആല പറഞ്ഞതുപോലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മനസ്സിലാക്കണം, പഠിക്കണം, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അപ്പോൾ തഹ്ഖീഖ് തൗഹീദ് ചെയ്യേണ്ട ആൾക്ക് ആദ്യം വേണ്ടത് ഇൽമാണ്. അള്ളാഹുവിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം അൽ യഖീൻ, ഖൽബിന്, ഹൃദയത്തിന് യഖീൻ ഉണ്ടാകണം, ദൃഢബോധ്യം ഉണ്ടാകണം, വിശ്വാസം അചഞ്ചലമായിരിക്കണം, കുലുങ്ങിപ്പോകാൻ പാടില്ല. പ്രതിസന്ധി വരുമ്പോഴേക്കും ജാറങ്ങളിലേക്ക്, ഉറുക്കുകളിലേക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക്, ഷിർക്കിൻ്റെ ഏതെങ്കിലും മുഖങ്ങളിലേക്ക് വീണു പോകുന്ന ഒരു മുവഹിദാകാൻ പാടില്ല. യഖീന് വേണം. അവൻ്റെ തൗഹീദിൽ, വിശ്വാസത്തിൽ യഖീന് വേണ്ടതുണ്ട്. ആ കാര്യം നമ്മൾ പറഞ്ഞു. അത് ഇമാമാകണ്ട കാന ഉമ്മത്തൻ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ ഈമാൻ അത് പൂർത്തിയാകണമെങ്കിൽ അത് അവൻ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? നാവ് കൊണ്ട് പറയേണ്ടതുണ്ട്. ഈമാനിൻ്റെ ഭാഗമാണ്, പൂർത്തിയാകുക എന്നുള്ളതല്ല. ഈമാനിൻ്റെ അടിസ്ഥാനം തന്നെയാണ് വനുത്ഖുൽ ലിസാനി മഅൽ ഖുദ്റ, നാവ് കൊണ്ട് കഴിവുള്ള ആളുകൾ അത് ഈമാൻ അത് നാവ് കൊണ്ട് പറയുക തന്നെ വേണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം വൽ അമലു ബിത് തൗഹീദ് ബി അസ്ലിഹി കമാലിഹി, തൗഹീദിൻ്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അതിൻ്റെ പൂർത്തീകരണവും അനുസരിച്ച് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തണം. അഞ്ചാമത് വൽ ബുഅദു അമ്മാ യുൻഖുദുഹു ഔ യുൻഖിസുഹു, അതുപോലെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന ഷിർക്ക്, കുഫ്ർ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മാറ്റു കുറച്ച് കളയുന്ന തിന്മകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നൊക്കെ അവൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യമായി പറയുന്നു വൽ അമലു ബിമുഖ്തദ തൗഹീദ്, തൗഹീദിനെ അനിവാര്യമാക്കുന്ന കാര്യം, അതായത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. തൗഹീദ് അതിൻ്റെ മാറ്റു കുറയാതെ നിൽക്കണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഹറാമുകൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം അവൻ എന്ത് ചെയ്യണം? കറാഹത്തായ കാര്യങ്ങൾ ഒഴിവാക്കണം. അതാണ് ഖാനിത്തൻ ലില്ലാഹ് എന്ന് പറഞ്ഞത്. എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും അവൻ ചെയ്യുകയില്ല. അതുപോലെ തന്നെ ഈ മർത്തബയോടൊപ്പം അവൻ്റെ ഖൽബ് എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള തഅലീഖുൽ ഖൽബ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം തഅലീഖൻ താമ്മൻ, പരിപൂർണമായ ബന്ധമാണ് ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആലയായിട്ട് എപ്പോഴും പരിപൂർണമായ ഹൃദയബന്ധം അവനുണ്ടാകുന്നതാണ്. ഈ ഒരു ദറജയിലേക്ക് എത്തിയാൽ അവൻ തൗഹീദ് സാക്ഷാത്കരിച്ചവനാണ് എന്നാണ്. അതിനാണ് അദ്ദേഹം ഈ ആയത്ത് സഹോദരങ്ങളെ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ആയത്ത് അദ്ദേഹം പറയുന്നു ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് വഖാൽ വല്ലദീന ഹും ബിറബ്ബിഹിം
ലാ യുശ്രികൂൻ. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന കാര്യം എന്താണ്? വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവരവരുടെ റബ്ബിനോട് ഷിർക്ക് ചെയ്യുന്നവരല്ല, പങ്കു ചേർക്കുന്നവരല്ല. ചെറുതോ വലുതോ ആയ ഒരു ഷിർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് തഹ്ഖീഖ് തൗഹീദ്. തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിൽ ഒരിക്കലും തൗഹീദ് റുബൂബിയയിലാകട്ടെ, തൗഹീദുൽ ഉലൂഹിയയിലാകട്ടെ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലാകട്ടെ, ഒന്നിലും അവൻ പങ്കു ചേർക്കാൻ പാടില്ല. അത് തൗഹീദിൻ്റെ അടിസ്ഥാനമാണ്. അതുപോലെ തന്നെ ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുകയില്ല, പക്ഷെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്ന, പൊളിഞ്ഞു പോകുന്ന, നാളെ അവൻ പാപ്പരായി പോകുന്ന കാര്യമാണ് തൗഹീദിൻ്റെ വിപരീതമായ ഷിർക്കുൻ അസ്ഗർ. അവൻ്റെ അമല് പൊളിഞ്ഞു പോകും. നിസ്കാരങ്ങളും അതുപോലെ സക്കാത്തുകളും സദഖകളും ഇതെല്ലാം റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് പൊളിഞ്ഞു പോവുക അവൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോഴാണ്. ഇതെല്ലാത്തിൽ നിന്നും ഒഴിവായിട്ടുള്ള ആളാണ് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ഒരു ഘട്ടത്തിലും ഒരു രൂപത്തിലും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാത്ത ആളുകളാണ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തഹ്ഖീഖ് തൗഹീദ്, കൈഫ ഉഹഖിഖു തൗഹീദ്, ഞാൻ എങ്ങനെയാണ് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് ചോദിച്ചാൽ എല്ലാ രൂപത്തിലും ഷിർക്കിൽ നിന്ന് നീ വിട്ടു നിൽക്കണം. ഷിർക്കിൻ്റെ ഒരു മുഖവും നിൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. ഷിർക്കിൻ്റെ ഒരു രൂപവും നിൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. നിൻ്റെ സംസാരങ്ങൾ മുഴുവനും ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കണം. നിൻ്റെ വിശ്വാസങ്ങൾ, ഖൽബ് മുഴുവനും ഷിർക്കിൻ്റെ എല്ലാ രൂപത്തിലുള്ള വകഭേദങ്ങളിൽ നിന്നും അത് മുക്തമായിരിക്കണം. നിൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയും നീ ഒരാൾക്ക് മുന്നിലും സുജൂദ് ചെയ്യുകയില്ല, ഒരാൾക്ക് മുന്നിലും റുക്കൂ ചെയ്യുകയില്ല അള്ളാഹുവിനല്ലാതെ. കാരണം നിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് പൂർത്തീകരിക്കാൻ മാത്രമുള്ളതാണ്. അതിലെവിടെയും ഷിർക്കിൻ്റെ ഒരു ലാഞ്ചനയും ഉണ്ടാവുകയില്ല. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ പങ്കു ചേർക്കാത്തവരാകുന്നു. അല്ലാഹു തആല അവൻ്റെ അമ്പിയാക്കളെക്കുറിച്ചും വിജയികളായ ആളുകളെക്കുറിച്ചും പറയുമ്പോൾ പറഞ്ഞ കാര്യമാണത്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ പങ്കു ചേർക്കാത്തവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, മൂന്നാമത്തെ തെളിവ് വളരെ വിശദമായ ഒരു ഹദീസാണ്. ഈ ഹദീസിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് തഹ്ഖീഖ് തൗഹീദ് സാക്ഷാത്കരിക്കേണ്ടതിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. ആദ്യം നമുക്ക് ഹദീസ് വായിക്കാം. നമ്മുടെ കിതാബ് തൗഹീദിലെ അപൂർവമായിട്ടാണ് കുറച്ച് വലിയ ഹദീസുകൾ ഉണ്ടാകാറുള്ളൂ. അതേപോലെയുള്ള ഒരു ഹദീസാണ് ഇത്. ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാഹ് അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഖാല കുൻതു ഇൻദ സഈദ് ഇബ്നു ജുബൈർ. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട സിഖാത്തു താബിഈനാണ്. താബിഈങ്ങളിൽപ്പെട്ട വിശ്വസ്തരായ ആളുകളിൽപ്പെട്ടതാണ് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ. താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, കുൻതു ഇൻദ സഈദ് ഇബ്നു ജുബൈർ, ഞാൻ സഈദ് ഇബ്നു ജുബൈറിൻ്റെ അടുക്കലായിരുന്നു. സഈദ് ബിൻ ജുബൈറും സിഖാത്തു താബിഈൻ, താബിഈങ്ങളിലെ വിശ്വസ്തരായ ആളുകളിൽപ്പെട്ടതാണ്. ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളിൽപ്പെട്ടതാണ് ആര്? സഈദ് ഇബ്നു ജുബൈർ. അപ്പം അദ്ദേഹം ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാനും സഈദ് ഇബ്നു ജുബൈറും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഈ ഹദീസിൽ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ സഈദ് ഇബ്നു ജുബൈറിൻ്റെ അടുക്കലാണ് എന്ന് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ പറയുകയാണ്. ഫഖാൽ, സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, അയ്യുക്കും റഅ അൽ കൗകബ അല്ലദി ഇൻഖള അൽ ബാരിഹ, നിങ്ങളിൽ ആരാണ് ഇന്നലെ രാത്രി ഉതിർന്നു വീണ നക്ഷത്രത്തെ കണ്ടത്? അയ്യുക്കും റഅ, നിങ്ങളിൽ ആരാണ് കണ്ടത്? അൽ കൗകബ്, കൗകബ് എന്ന് പറഞ്ഞാൽ നജ്ം, നക്ഷത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലദി ഇൻഖള അൽ ബാരിഹ, ഇൻഖള എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴുക, സഖത എന്ന് പറഞ്ഞ അർത്ഥമാണ്, താഴേക്ക് വീഴുക. അൽ ബാരിഹ, ഇന്നലെ രാത്രി എന്നാണ് അർത്ഥം. അപ്പോൾ ബാരിഹ എന്ന് പറയുന്ന വാക്ക് സഹോദരങ്ങളെ അവസാനത്തെ തൊട്ട് തലേന്നുള്ള രാത്രിക്കാണ് ബാരിഹ എന്ന് പറയാറുള്ളത്. ഭാഷാ പണ്ഡിതന്മാർ പറയാറുള്ളത്, പൊതുവേ നമ്മളൊരു ദിവസത്തിൻ്റെ രാവിലെ ഉച്ചവരെയുള്ള സമയത്ത് നമ്മൾ തലേ രാത്രി എന്ന് പറയണമെങ്കിൽ ലൈല എന്നാണ് പറയുക. അല്ലൈല എന്ന് പറഞ്ഞാൽ തലേ രാത്രി എന്നാണ് അർത്ഥം. ഉച്ചയ്ക്ക് ശേഷമാണ് പറയുന്നതെങ്കിൽ അൽ ബാരിഹ എന്നാണ് പറയേണ്ടത്, കഴിഞ്ഞ രാത്രി എന്ന് പറയാം. ഞാൻ പറയും സുർതു സെയ്ദൻ അൽ ബാരിഹ, ഞാൻ സെയ്ദിനെ സന്ദർശിച്ചു, അൽ ബാരിഹ ലാസ്റ്റ് നൈറ്റ്, തൊട്ട് തലേ ദിവസം, തലേ രാത്രി എന്നാണ് അർത്ഥം. പക്ഷെ ആളുകൾ രാവിലെ മുതൽ തന്നെ തലേ രാത്രി ഇപ്പോൾ ബാരിഹ എന്ന് പറയാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബാരിഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
തൊട്ട് തലേ രാത്രിക്കാണ് പറയുക. അപ്പം അദ്ദേഹം പറയുന്നു അയ്യിക്കും അൽ കൗക്കബ് അല്ലദീ ഖദ്ദ അൽ ബാരിഹ, ഇന്നലെ രാത്രി ഒരു നക്ഷത്രം ആകാശത്തു നിന്നും ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു, നിങ്ങളിൽ ആരാണ് അത് കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്, ചോദിക്കുന്നത്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു. ആരാണ് ഞാൻ? ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് ഇത് ഉദ്ധരിക്കുന്നത്. ഖുൽതു ഐ ഖാല ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു എന്താണ്? അന, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. തലേന്ന് രാത്രി ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഉടനെ തന്നെ ഒരു കാര്യം പൂർത്തിയാക്കുകയാണ്. സുമ്മ ഖുൽതു, പിന്നീട് ഞാൻ പറഞ്ഞു, അമ ഇന്നി ലം അകുൻ ഫി സലാത്തിൻ വലകിന്നി ലുദിഗ്തു. അമ ഇന്നി, എന്നാൽ ഞാൻ തീർച്ചയായും ലം അകുൻ ഫി സലാത്തിൻ, ഞാൻ നിസ്കാരത്തിലായിരുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ, സലഫുകളുടെ അവർ ലോകമാന്യം കാണിക്കാതിരിക്കാൻ, അതായത് നമ്മളില്ലാത്ത കാര്യം ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നതിൽ നിന്നും ഒഴിവാകാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. കാരണം രാത്രി കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരാളായിരിക്കും കണ്ടിട്ടുണ്ടാവുക. രാത്രി പുലർച്ചെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാതിരാത്രിയിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ കൂടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അതല്ലെങ്കിൽ ചോദിച്ച സഈദ് ബിൻ ജുബൈർ ഉണ്ട്. അദ്ദേഹം ഞാൻ രാത്രി ദീർഘമായി നിസ്കരിക്കാൻ എഴുന്നേറ്റൊരു വ്യക്തിയാണ് എന്ന് ധരിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ്, അമ്മ ഇന്നീലം അക്കുൻ ഫി സലാത്തിൻ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ സൽക്കർമ്മങ്ങൾ ആളുകൾ എന്ത് ചെയ്യും, ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രൂപത്തിൽ ആരും കാണാതെ ചെയ്യും, കൊടുക്കുന്ന സമയത്ത് ആരും അറിയാതെ കൊടുക്കും. പക്ഷെ പിശാച് പിന്നീട് നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആളുകളെ കേൾപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഒരാൾ കണ്ടിട്ടില്ല, അവിടെ തന്നെ റിയാ അവിടെ ഉണ്ടായിട്ടില്ല ചെയ്യുമ്പോൾ. പക്ഷെ പിന്നീട് ഇത് ആളുകളോട് പറഞ്ഞിട്ട് സ്വന്തത്തെക്കുറിച്ചൊരു ഉജുബുണ്ടാക്കാൻ, ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉദ്യത്തിൽ ഇങ്ങനെ പറയും, ഞാൻ ഇന്നലെ രാത്രി അങ്ങനെ സംഭവിച്ചു, ആ രൂപത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ്, അപ്പോൾ 2:30 എണീറ്റ്, 3 മണിക്ക് എഴുന്നേറ്റ് എന്ന രൂപത്തിലൊക്കെ ആളുകൾ ചിലപ്പോൾ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നിന്നു, സുബീക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലർ നമ്മളെ മനസ്സിൽ ഞാൻ ആ സമയത്ത് എഴുന്നേറ്റത് കൊണ്ട് അറിഞ്ഞതാണ് എന്നൊക്കെ രൂപത്തിൽ നമ്മൾ അമലുകൾ പൊളിക്കാൻ വേണ്ടി അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തതാണെങ്കിൽ കൂടി പരമാവധി മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനിയോ ചെയ്യാത്തത് പഴയ ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് ഞാൻ ചെയ്തതുപോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പരിശ്രമിക്കും. ചെയ്തതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾ പോലും അത് വലിയ ആക്ഷേപമായ കാര്യമാണത്. നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്തതുപോലെ പറയുകയോ നമ്മൾ ചെയ്തതുപോലെ കാണിക്കുകയോ ചെയ്യുക എന്നുള്ളത്. ഇവിടെ താബിഈ അദ്ദേഹം അത് വളരെയധികം സൂക്ഷ്മത പാലിക്കുകയാണ്. അദ്ദേഹം അത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അങ്ങനെ ഉറക്കമൊഴിച്ച വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, അമ ഇന്നി ലം അക്കുൻ ഫി സലാത്തിൻ, ഞാനിതാ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതായിരുന്നില്ല. വലാകിന്നി ലുദിഗ്തു, പക്ഷെ എനിക്ക് ഒരു കടിയേറ്റിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കടിയേറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ലദഗ എന്ന് പറയുന്ന വാക്ക് അത് പൊതുവെ ഉപയോഗിക്കുക എന്തെങ്കിലുമൊക്കെ വിഷം ഏൽക്കുക എന്നുള്ളതാണ്. വിഷമുള്ള വസ്തു, വിഷജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ കടിക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അതൊന്നുകിൽ തേളാകാം, അല്ലെങ്കിൽ പാമ്പാകാം, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ വിഷജീവികൾ കുത്തുന്നതിനാണ് എന്ത് പറയുക, ലുദ്യ കുത്തു എന്ന് പറയുക. എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു വിഷം ജീവി കുത്തേറ്റിട്ടുണ്ട്. അത് പൊതുവെ നമുക്കറിയാം മരുഭൂമികളിലൊക്കെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പഴയ കാലത്ത്, ഇങ്ങനെ ജീവികൾ ഇങ്ങനെ കുത്തേൽക്കുക എന്നുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സാധാരണഗതിയിലുള്ളൊരു കുത്തായിരിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കം തന്നെ പോയത്. സാധാരണ ഗതിയിൽ ചിലപ്പോൾ കടിച്ചാൽ ആൾക്കത് മാറും പെട്ടെന്ന്, പക്ഷേ ഒരു രാത്രി ഉറക്കമൊഴിക്കേണ്ട രൂപത്തിലുള്ള നല്ല വേദനിക്കുന്ന രൂപത്തിൽ നല്ല വിഷം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകണം എന്നാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഇദ്ദേഹം പിന്നീട് ആ നക്ഷത്രം വീണ വിഷയത്തിൽ നിന്നൊക്കെ വിട്ടു. അദ്ദേഹം ആ നക്ഷത്രത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വന്നതാണ്. പക്ഷേ തൻ്റെ സഹോദരൻ ഇങ്ങനൊരു വിഷം ഏറ്റിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യത്തോടുകൂടി അദ്ദേഹം പിന്നീട് ചോദിച്ചു, മാതാ സനഅത ഫമാ സനഅത, നീ എന്താണ് അപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചു. എന്താണ് നീ അപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇർതഖൈതു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ റുഖിയക്ക് വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ മത്തനിൽ കൊടുത്തിട്ടുള്ള വാക്ക് ഇർതഖൈതു എന്നുള്ള വാക്കാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു കിതാബുകളിൽ എവിടെയും, ഇത് ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്, അതുപോലെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, എവിടെയും ഇർതഖൈതു എന്നുള്ള വാക്ക് കാണുന്നില്ല, മറിച്ച് ഇസ്തർഖൈതു എന്നാണുള്ളത്. ഞാൻ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണുള്ളത്. അപ്പോൾ അതാണ്
ശരി, ഇസ്തർഖൈതു എന്നുള്ളതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളത്. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഓർമ്മയിൽ നിന്നും എഴുതിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് പിഴച്ചതാകാൻ സാധ്യതയായിരിക്കണം. ഇർത്തഖൈതു അഥവാ ഇസ്തർഖൈതു ഐ ത്വലബ്തു മൻ യർഖീനി, ഞാൻ ആരെങ്കിലും റുഖ്യ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് റുഖ്യ ചെയ്യാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ല സഈദ് ബിൻ ജുബൈറിനോട് പറഞ്ഞത്. ഉടൻ തന്നെ സഈദ് ബിൻ ജുബൈർ അദ്ദേഹം ഇങ്ങനെ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ, മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, എന്താണ് നിനക്ക് അങ്ങനെ ആളുകളോട് റുഖ്യ ചോദിക്കാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഓരോ വാക്കുകളും, കാരണം നമ്മൾ കേൾക്കുന്നത് സാധാരണ ആൾക്കാരുടെ വാക്കുകളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സലഫുകളുടെ വാക്കുകളാണ്, ആദ്യകാലക്കാരുടെ വാക്കുകളാണ്. അവരുടെ ഓരോ വാക്കുകളും സൂക്ഷ്മതയുള്ളതും ഒരുപാട് പാഠങ്ങളുള്ള ഫിഖ്ഹുള്ള വാക്കുകളാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് ഫമാ ഹമലക അലാ ദാലിക്, എന്താണ് നിന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? യഥാർത്ഥത്തിൽ സഈദ് ഇബ്നു ജുബൈറിന് വേറൊരു അഭിപ്രായം പറയാനുണ്ട്. എന്നാൽ ഇദ്ദേഹം ആ അഭിപ്രായത്തിനെതിരായി പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിനെ എന്ത് ചെയ്യുകയല്ല, വിമർശിക്കുകയല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ന്യായം പറയാനുണ്ടോ, എന്താ നീ അങ്ങനെ ചെയ്യാൻ കാരണം? ആ ന്യായം കേൾക്കാൻ തയ്യാറാവുകയാണ്. ഫമാ ഹമലക അലാ ദാലിക്, എന്താണ് നീ അങ്ങനെ ചെയ്യാൻ കാരണം? വേഗത്തിൽ പോയി എന്ത് പണിയാണ് ചെയ്തത്? നീ റുഖ്യക്ക് അങ്ങനെ ആവശ്യപ്പെടാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. നീ തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ എന്ന കാര്യമില്ലേ എന്ന് പറയുന്നതിന് പകരം ഫമാ ഹമലക അലാ ദാലിക്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വല്ല തെളിവുണ്ടായിട്ടുണ്ടോ, എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. ഖുൽതു ഹദീസുൻ ഹദ്ദസനാഹു അശ്ശഅബി, ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുകയാണ്, ഞാൻ ചെയ്യാൻ കാരണം ഹദീസുൻ ഹദ്ദസനാഹു അശ്ശഅബി, ഇമാം ശഅബി റഹിമഹുല്ല, താബിഈങ്ങളിൽ ഇവരെക്കാളും കിബാറായിട്ടുള്ള ആളാണ് ശഅബി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹദീസ് കേട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് സഹാബികളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ആ പരമ്പരയാണ് അവർ പറയാറുള്ളത്. ഞാൻ ശഅബിയിൽ നിന്നും ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. അവിടെയും സഹോദരങ്ങളെ ചിന്തിച്ചു വെക്കണം. ഒരു അമല് ചെയ്യുമ്പോൾ അതിനെ ഇന്നാൾ പറഞ്ഞതാണ്, കാരണം ദീനിൻ്റെ ഒരു കാര്യമാണ് റുഖ്യ ആവശ്യപ്പെടുക എന്നുള്ളത്. ഒരു ചികിത്സ ആവശ്യപ്പെടുന്നതിന് ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായ സനദോടുകൂടി തെളിവ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ശഅബിയുടെ അടുക്കൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി. ഇങ്ങനത്താണ് മുൻഗാമികൾ. അവർ ചെയ്യുന്ന ഏതൊരു അമലും തെളിവാണ്. നമ്മുടെ അയിമ്മത്തുകളെല്ലാം തന്നെ, ഇമാംമാരാരുമാകട്ടെ, ഇമാം ഷാഫി ആകട്ടെ, ഇമാം അബൂ ഹനീഫ ആകട്ടെ, ഇമാം മാലിക് ആകട്ടെ, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുള്ള, അവരവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അത് ഫിഖ്ഹിൻ്റെ വിഷയങ്ങളിലാകട്ടെ, വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, ഇതെല്ലാം അവർ ക്രോഡീകരിച്ചത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹദീസിനെ അന്വേഷിച്ച് പോയി പഠിച്ച് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ അവർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പറയുകയും അത് കിതാബുകളിൽ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, എൻ്റെ തെളിവുകൾക്കെതിരായി, എനിക്ക് കിട്ടിയ ഹദീസുകൾക്കെതിരായി സ്വഹീഹായ വല്ല ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കുകയും എൻ്റെ ഈ അഭിപ്രായങ്ങളെ നിങ്ങൾ മദിലിനോടടിക്കുകയും ചെയ്യണം. അതായത് അതിനല്ല പ്രാധാന്യം. ഞാൻ ഈ അഭിപ്രായം പറഞ്ഞ തെളിവ് പരിശോധിച്ചിട്ടാണ്, ഖുർആനിൽ മനസ്സിലാക്കി, ഹദീസുകളിൽ മനസ്സിലാക്കി, അത് ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനെതിരായിട്ട് നിങ്ങൾക്കൊരു കാര്യം കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കണം. ഇതാണ് മുൻഗാമികൾ സ്വീകരിച്ച നിലപാട്. അതല്ലാതെ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം ഞാനൊരു മദ്ഹബ് ഉണ്ടാക്കി, എല്ലാവരും ഇതിൽ ബൈഅത്ത് ചെയ്തു, ഇനി ഞാൻ പറയുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾക്ക് ഫിഖ്ഹിലോ ഒരു വിഷയത്തിലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതല്ല. ഒരു സംഘടന ഉണ്ടാക്കുന്നത് പോലെ അദ്ദേഹം ഒരു ഗ്രൂപ്പാക്കിയതാണോ? ഇമാം ഷാഫിയുടെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല അങ്ങനെ ഉണ്ടാക്കിയതാണോ? പല മദ്ഹബുകളും പിന്നീട് കാലങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതാണ്. അവരുടെ പഠനങ്ങളും മറ്റുമൊക്കെയായി ആ പഠനങ്ങളനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ച് അങ്ങനെ മദ്ഹബുകൾ ഉണ്ടായതാണ്. അതല്ലാതെ ഒരിക്കലും ഒരു ഇമാമും നിങ്ങൾ എന്നെ തഖ്ലീദ് ചെയ്തോളൂ, ഞാൻ പറയുന്ന കാര്യമാണ് ദീനിൻ്റെ അവസാന വാക്ക്, ഇനി എന്ത് ഹദീസ് കിട്ടിയാലും അതൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല, കാരണം ഞാൻ എല്ലാ ഹദീസുകളും മനഃപ്പാടമാക്കി എല്ലാ ഹദീസുകളും കലക്കി കുടിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് മാറൂല എന്നൊരു ആലിമും പറഞ്ഞിട്ടില്ല, ഒരാലിമും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മദ്ഹബിന് അന്ധമായി പിന്തുടരുന്ന ആളുകൾ സലഫുകളുടെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. ഏത് വിഷയത്തിലും അവർ തെളിവനുസരിച്ചിട്ടാണ് ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഷാബി റഹിമുള്ള പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സഈദ് ബിൻ ജുബൈർ റഹിമുള്ള ചോദിക്കുകയാണ്, ഒമാ ഹദ്ദസക്കും, എന്താണ് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന അൻ ബുറൈദത്ത് ബിൻ അൽ ഹുസൈബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അതായത് ഷാബി സഹാബിയായ ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ
ഔ ഹുമാ ലാ റുഖിയത, റുഖിയ ഇല്ല, ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ, കണ്ണേറിനും അതേപോലെ തന്നെ വിഷമേറ്റതിനുമല്ലാതെ, വിഷം എന്തെങ്കിലും കടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിനല്ലാതെ എന്തില്ല, റുഖിയ ഇല്ല. അപ്പം ഇദ്ദേഹം എന്തിനാണ് ഇത് ഉദ്ധരിച്ചത്? കാരണം ഇതിൽ ഹുമയുടെ കാര്യം പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷജീവി കടിച്ചു കഴിഞ്ഞാൽ അതിന് റുഖിയ ഉണ്ട് എന്നാണ് അർത്ഥം. അല്ല, ലാ റുഖിയത്ത്, റുഖിയ ഇല്ല, ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണേറിനും അതേപോലെ തന്നെ വിഷജീവി എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ റുഖിയ ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ എന്തിൻ്റെ കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട്? ഹുമ, വിഷജീവി കടിച്ചതിൻ്റെ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം അതാണ് അദ്ദേഹം സഹോദരങ്ങളെ തെളിവാക്കിയിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടതാണ്. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടാണ് നമ്മുടെ മത്തിനുള്ളത് എങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടതായിട്ട് മർഫൂ ആയിട്ട് ഇമാം അഹ്മദും അതുപോലെ അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നവവി റഹിമഹുള്ളാഹ് സഹിയാക്കിയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അല്ലെങ്കിൽ അർനൗത്ത് പോലെയുള്ള മുഹദ്ദിസുകളെല്ലാം സഹീഹാക്കിയ ഹദീസ് തന്നെയാണ് എന്ത്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ റുഖിയയില്ല. അഥവാ ഒന്ന് കണ്ണേറ് ബാധിച്ചാൽ റുഖിയുണ്ട്, രണ്ട് വിഷമേറ്റാൽ റുഖിയുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ റുഖ്യ ചെയ്യാൻ പറ്റൂ എന്നാണോ? നമുക്ക് വേദന വന്നാൽ റുഖ്യ ചെയ്യാൻ പാടില്ല, ഖുർആൻ ഓതി മന്ത്രിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ വെച്ച് മന്ത്രിക്കാൻ പാടില്ല എന്നാണോ? അല്ല. പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലാ റുഖിയത അൻഫഉ മിൻ റുഖിയത്തുൽ ഐനി വ റുഖിയത്തുൽ ഹുമാ. റുഖിയത്തുൽ ഐൻ, കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ, അതേപോലെ റുഖിയത്തു അൽ ഹുമ, അതുപോലെ തന്നെ വിഷം ഏറ്റ് കഴിഞ്ഞാലുള്ള മന്ത്രം, ഈ രണ്ട് കാര്യത്തിനുള്ള മന്ത്രത്തേക്കാൾ കൂടുതൽ ഉപകാരപ്പെടുന്ന റുഖ്യയില്ല. റുഖ്യ ഏറ്റവും ഉപകാരപ്പെടുക കണ്ണേറ് വെട്ടിയാലാണ്. ഒരാൾ കണ്ണേറ് വെട്ടിയാൽ റുഖ്യ ചെയ്താൽ പെട്ടെന്ന് മാറും. അതുപോലെ വിഷജീവികൾ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറും. അത് രണ്ടു കാര്യത്തിനാണ് റുഖ്യ ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കല്ലാത്ത റുഖ്യകളെല്ലാം അനുവദിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിനും അനുവദിച്ചിട്ടുണ്ട്. അവരോട് സഹാബികളോട് പറഞ്ഞു, ഇഅ്രിദു അലയ്യ റുഖാക്കും, നിങ്ങൾ നിങ്ങളുടെ റുഖ്യ മന്ത്രങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരിക. ലാ ബഅസ ബിർറുഖാ മാ ലം തകുൻ ശിർക്കൻ, ശിർക്കല്ലാത്ത റുഖ്യകൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, ഈ ഹദീസ് വിശദീകരിക്കുകയാണെങ്കിൽ ലാ റുഖിയത, റുഖിയ ഇല്ല, അഥവാ ഏറ്റവും ഉപകാരമുള്ള നിലക്കില്ല, ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറിനല്ലാതെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നമുക്കെടുത്ത് നോക്കിയാൽ കണ്ണേറ് എന്ന് പറയുന്ന കാര്യം അത് സ്ഥിരപ്പെട്ടതാണ്, ദീനിൽ ഉള്ളതാണ്, മനസ്സിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കണ്ണേറ് എന്ന് പറയുന്നത്? ആരുടെ കണ്ണാണോ മറ്റൊരാൾക്ക് തട്ടുന്നത്, ആ കണ്ണേറിലൂടെ ഈ വ്യക്തിക്ക് എന്തുണ്ടാകും? ഉപദ്രവങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ കണ്ണേറ് നിഷേധിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ നീ നിൻ്റെ കണ്ണ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാക്കുക, അങ്ങനെയാണോ? ഇല്ല. നമ്മൾ ഭൂമിയിൽ ഏതൊരു കാര്യവും അള്ളാഹു ഉദ്ദേശിക്കാതെ നടക്കുമോ? ഇല്ല. അതേപോലെ അള്ളാഹുവിൻ്റെ മശീഅത്തിൽ അവൻ്റെ ഉദ്ദേശത്തിന് കീഴിൽ വരുന്ന മാത്രമാണ് കണ്ണേർ എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഒരാൾ കത്തി കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ ഒരാളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുത്തിയാലും അയാൾ മരിക്കണേ അള്ളാഹു ഉദ്ദേശിക്കണം. അതേപോലെ തന്നെയാണിത്. പക്ഷെ ഇതിൻ്റെ കാരണം നമ്മൾക്ക് വ്യക്തമല്ല എന്ന് മാത്രം. കത്തിയെടുത്ത് കുത്തുമ്പോൾ അത് കാരണം വ്യക്തമാണ്, എന്താണ് സംഭവിക്കുന്നത്, രക്തം വാർന്ന് മരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ കാരണം നമുക്ക് വ്യക്തമല്ല, ഇത് ഗൈബിയായ കാര്യമാണ്. ഇതിനെങ്ങനെയാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത്? ഒരു സ്കാനിങ് നടത്തിയാൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടൂല. എന്ന കാര്യങ്ങൾ വന്ന് സംഭവിച്ചു, എങ്ങനെയാണ് ഈ രോഗം പകർന്നത്, ഒരു ബാക്ടീരിയ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം ഇത് ഗൈബിയായ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കാത്ത അദൃശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, അൽ ഐനു ഹഖ്ഖുൻ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കുക, കണ്ണേറ് സത്യമാണ് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ണേർ ഏൽക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അസൂയ കാരണത്താൽ കണ്ണേർ ഏൽക്കാറുണ്ട്. രണ്ട്, ഒരാൾ മറ്റൊരാളെ കണ്ട് അത്ഭുതം കൂറിക്കഴിഞ്ഞാലും കണ്ണേർ ഏൽക്കാറുണ്ട്. അതിലൊന്നാമത്തേത് ഒരു മോശം കൽബുള്ളൊരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന കണ്ണേറാണ്. കാരണം അസൂയ എന്ന് പറയുന്നത് വളരെയധികം മോശപ്പെട്ടൊരു സ്വഭാവമാണ്. ഏതുപോലെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു, ഒരാൾ നല്ല ശക്തിയുള്ള ഒരാളാണ്, അയാൾ നല്ല വെയിറ്റൊക്കെ എടുത്ത് നടക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ അധ്വാനിക്കുന്നു. അസൂയുള്ള ഒരാൾ, അയാളുടെ അസൂയ, അയാൾ നല്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നു. അയാളുടെ അങ്ങേയറ്റ അസൂയുള്ള ഒരു വൃത്തികെട്ട കൽബുള്ള ഒരാൾ അയാളെ ആ രൂപത്തിൽ നോക്കിക്കാണുകയും അസൂയ വെച്ച് പുലർത്തുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കണ്ണേറ് സംഭവിക്കും. എത്രത്തോളം? ഇയാൾ ചിലപ്പോൾ നടു പൊന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ തളരുന്ന രൂപത്തിലേക്ക് എത്തും. നമ്മൾ എത്ര പരിശോധിച്ചാൽ എന്തെങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാവുകയില്ല. ആ രൂപത്തിലുള്ള കാര്യം. എത്രത്തോളം നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് കണ്ണേറ് തട്ടിയാൽ പോലും അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല,
അവർക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. സ്ഥിരമായി പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരിക്കും. വേറൊരുത്തൻ അവൻ്റെ അസൂയ, കാരണം ഇവന് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവൻ നല്ല ഇബാദത്ത് ചെയ്യാൻ പോകുന്നൊരു അസൂയ ഉണ്ടായി. ആ അസൂയ എന്താ, അവനിൽ നിന്ന് നീങ്ങിപ്പോകണം എന്നുള്ള ആഗ്രഹമാണ് അസൂയ എന്ന് പറയുന്നത്. ഒരാൾക്കുള്ള ഹൈർ, അള്ളാഹു നൽകിയ ഒരു നിഅമത്ത്, അത് നീങ്ങിപ്പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് പുലർത്തലാണ് അസൂയ എന്ന് പറയുന്നത്. അത് ഒരാളോട് തോന്നിയാൽ അള്ളാഹുവിൻ്റെ അനുമതിയാൽ ഈ പൈശാചിക ഷർറ് അവനെ ഏൽക്കുകയും അതവൻ നീങ്ങിപ്പോകും. ചിലപ്പോൾ അവനെ തൗഫീഖ് ഇല്ലാത്ത രൂപത്തിലേക്ക് അവൻ കൊയഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ സഹോദരങ്ങളെ അത് ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യമുണ്ട്. രണ്ടാമത്തേത് ഐനുൻ മുഅ്ജബ എന്ന് പറയും. ഒന്നാമത്തത് ഐനുൻ ഖബീസത്തുൻ ഹാസിദ എന്നാണ് പറയുക, മോശപ്പെട്ട അസൂയാലുവിൻ്റെ കണ്ണേർ. രണ്ടാമത്തേത് ഐനുൻ മുഅ്ജബ എന്ന് പറയും, അത്ഭുതം കൂറിയിട്ട് ഉണ്ടാകുന്ന കണ്ണേർ. ഒരാളിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ വേറൊരാളിങ്ങനെ ആ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചു, അതിലൊരു അത്ഭുതം കൂറി. അല്ലെങ്കിൽ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ട്, അപ്പോൾ അയാൾക്ക് നീങ്ങിപ്പോകണം എന്നുള്ള ചിന്ത ഒന്നുമില്ല. മോശപ്പെട്ട ഒരു കൽബിൻ്റെ വ്യക്തിയല്ല. അപ്പോൾ മോശപ്പെട്ട കൽബിൻ്റെ വ്യക്തിയിൽ നിന്ന് മാത്രമല്ല കണ്ണേർ ഉണ്ടാവുക, നല്ല ആളുടെ കയ്യിൽ നിന്നുണ്ടാകും. അത് അയാൾ അത്ഭുതം കൂറുന്ന സമയത്താണ്. ഇങ്ങനെ അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, അവൻ എന്ത് ചെയ്യട്ടെ, തൻ്റെ സഹോദരന് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ബറക്കത്തുമായി ബന്ധപ്പെട്ട ബാറക്കല്ലാ എന്നോ തബാറക്കല്ലാ എന്നോ അങ്ങനെയുള്ള അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയായാലും ബറക്കത്തിൻ്റെ വാക്ക് അതിൽ ഉണ്ടായിരിക്കണം. തബാറക്കല്ലാ അല്ലെങ്കിൽ ബാറക്കല്ലാ, ബാറക്കല്ലാഹു ഫീഹി, ബാറക്കല്ലാഹു ഫീക. ആ രൂപത്തിൽ നിനക്ക് ബറക്കത്തുണ്ടാകട്ടെ, അവന് ബറക്കത്തുണ്ടാകട്ടെ, അവരിൽ ബറക്കത്തുണ്ടാകട്ടെ. ഈ രൂപത്തിൽ സഹോദരങ്ങളെ ബറക്കത്തിൻ്റെ വാചകം പറയണം. ഇത് കണ്ണേർ ഏൽക്കാതിരിക്കാനുള്ള, കണ്ണേർ ഏൽക്കുന്നതിന് മുമ്പേ തന്നെ ഏൽക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ്, ശറയിൽ പഠിപ്പിക്കപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ കണ്ണേർ ഒരാൾക്ക് ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമുക്കൊരാളുടെ കണ്ണേർ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരമൊക്കെയുള്ള അദ്കാറുകൾ അത് കൃത്യമായി പാലിക്കുക. രാവിലെ ഉള്ള അദ്കാറുകൾ, വൈകുന്നേരമുള്ള അദ്കാറുകൾ, നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള അദ്കാറുകൾ, അങ്ങനെ എപ്പോഴും അദ്കാറുകൾ ചൊല്ലി നമ്മൾ സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കണ്ണേറുകൾ അതുമൊക്കെ തട്ടുക പലപ്പോഴും ഈ അദ്കാറുകൾ കുറയുന്ന ആളുകൾക്കായിരിക്കും. എന്നാൽ ചില സമയത്ത് പരീക്ഷണം എന്നുള്ള നിലക്ക് എല്ലാ അദ്കാറുകളുള്ള ആളുകൾക്കും ഉണ്ടായേക്കാം. അത് വിദൂര സാധ്യതയാണെങ്കിലും അത് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം അദ്കാറുകളിൽ നിന്നും മറ്റുമൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളിലായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴും ഹൈറായിട്ടുള്ള കാര്യം ഇലാജിനേക്കാളും വിഖായത്താണ്, സംരക്ഷണമാണ്, വരാതിരിക്കാൻ തോന്നുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ് മാറ്റിയെടുക്കാൻ. അതുകൊണ്ട് എപ്പോഴും അദ്കാറുകൾ നമ്മൾ സഹോദരങ്ങളെ നമുക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണേർ തട്ടാതിരിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്താനിൻ ഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹസൻ അൽ ഹുസൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉപ്പ അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ഉദ്ദേശിച്ചത്. കാന അബൂക്കും, നിങ്ങളുടെ ഉപ്പ അവരുടെ 2 മക്കളെ, ആരാണ് മക്കൾ? ഇസ്മായിലും ഇസ്ഹാഖും, 2 മക്കൾക്ക് വേണ്ടി. അതായത് ഇത് വളരെ പാരമ്പര്യമുള്ളൊരു ദിക്റാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് നമ്മൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. വേറൊരാൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഉഈദുക, ഒരാളാണെങ്കിൽ. 2 ആളുള്ളത് കൊണ്ടാണ് ഉഈദുകുമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും അത് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. കാരണം ചെറിയ കുട്ടിയാണ്, 1-2 വയസ്സായാലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലിക്കൊടുക്കണം, കണ്ണേറേൽക്കാതിരിക്കാൻ. അതല്ലെങ്കിൽ കുട്ടിക്ക് പല രൂപത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഭംഗിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ആരെങ്കിലും നല്ല ആൾക്കാർ തന്നെ ആയിരിക്കും, പക്ഷെ കണ്ടിട്ട് മാഷാ അല്ലാ ബാറക്കല്ലാ എന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ പറയും. എന്തല്ല കുട്ടി, എന്തല്ല കണ്ണ്, എന്തല്ല വെളുപ്പ്, ഈ രൂപത്തിലൊക്കെ പറയും. അപ്പോൾ നമ്മൾ ദിക്റുകൾ ചൊല്ലണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാര് ചൊല്ലേണ്ടതാണ്? ഇത് നമ്മുടെ കണ്ണേർ ഏൽക്കാതിരിക്കാൻ നമ്മൾ ബറക്കത്ത് ചൊല്ലണം. ഇനി സഹോദരങ്ങളെ, കണ്ണേറേറ്റ് കഴിഞ്ഞാലും അതിന് ചികിത്സയുണ്ട്. വുളു എടുത്തിട്ടുള്ള വെള്ളം അതുകൊണ്ട് കുളിപ്പിക്കുക എന്നുള്ളതൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ കണ്ണേറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. രണ്ടാമതായി പറഞ്ഞത് ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹുമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷം ഉള്ള ജീവികൾ എന്തിൻ്റെങ്കിലുമൊക്കെ കടി ഏൽക്കുക എന്നുള്ളതാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ അത് പാമ്പാകാം, തേളാകാം, അതേപോലെയുള്ള എന്ത് വിഷജീവികളാകാം. അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ വളരെയധികം ഫലിക്കുന്ന ഒരു കാര്യമാണ്
നമ്മൾ ഖുർആൻ ഓതി ചികിത്സിക്കുക എന്നുള്ള അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റ് ഭൗതികമായ ചികിത്സ തേടാൻ പാടില്ല എന്നൊന്നുമില്ല. ഒരു വിഷയ ചികിത്സാ കേന്ദ്രത്തിൽ പോകാൻ പാടില്ല എന്നല്ല. പക്ഷേ ആ പോകുന്ന സമയത്തും നമുക്ക് അതിനേക്കാളും പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്യണം? ഖുർആൻ ഓതി ശ്രദ്ധിക്കണം, അല്ലേ? നമുക്ക് ഖുർആൻ ഓതണം. നമുക്ക് അതിലാണ് ആദ്യം വിശ്വാസം ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകണം. അത് റുക്യ ഫലിക്കാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അവന് ഈ ചൊല്ലുന്ന ആൾക്കും അതേപോലെ തന്നെ റാക്കിക്കും അതുപോലെ മർക്കി ചൊല്ലുന്ന റുക്യ ചെയ്യുന്ന ആളും റുക്യ ചെയ്യപ്പെടുന്ന ആളും ഇവർക്ക് അങ്ങേറ്റത്തെ പ്രതീക്ഷ ഈ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ ഉണ്ടാകണം. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇത് ഇല്ലെങ്കിൽ അതുണ്ടായാലും അതുണ്ട്. നമുക്ക് അടുത്ത ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറുണ്ട്, അതിൻ്റെ ഇടയിലൊന്നും ഇത് സൈഡായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കത് കൃത്യമായി കിട്ടൂല എന്നാണ്. മറിച്ച് പൂർണ്ണമായി ഇതുകൊണ്ട് മാറും എന്നുള്ള പ്രതീക്ഷ ആർക്കാണോ കൂടുതൽ ഉണ്ടാകുന്നത് അവർക്കാണ് കൂടുതൽ ശിഫ കിട്ടുക. അതുപോലെ തന്നെ റുക്യ ചെയ്യുന്ന ആളുടെ ഇഖ്ലാസ്, അയാൾ അത്ര ഇഖ്ലാസോട് കൂടിയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ റുക്കയാണ് ഫലിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹൊക്കെ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടു, ഇദ്ദേഹം ഇത് പറഞ്ഞു. ഈ ഹദീസ് കേട്ടപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹമാണ് ചോദിക്കുന്നത് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാനോട്. അപ്പോൾ അദ്ദേഹം സയ്യിദ് പറയാണ്, ഫഖാല സയ്യിദ് ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമി. നീ കേട്ടതുപോലെ എത്തിച്ച ഒരുവൻ, അതായത് എന്താണോ കേട്ടത് അതേപോലെ നീ ചെയ്തല്ലോ. അത് നിനക്ക് ആക്ഷേപമൊന്നുമില്ല, നീ ഒരു ഹദീസ് കേട്ടിട്ടാണ് നീ ചെയ്തത്. അത് ചെയ്തതുകൊണ്ട് നീ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വേറൊരു അറിവ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബഹുമാനിച്ചുകൊണ്ടാണ് ഒരു അഭിപ്രായത്തെ സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വലാകിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്ന് പറഞ്ഞിട്ട് ഒരു സുദീർഘമായ ഒരു ഹദീസാണ്. സഹോദരങ്ങൾ, ഇതിൻ്റെ അവസാനത്തിലാണ് നമ്മുടെ ഈ വിഷയം വരുന്നത്. അതിനിടയിൽ ഒരുപാട് ഫായിദകളുണ്ട്. അതുകൊണ്ട് ആ ഫായിദകളൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, അഥവാ തഹ്ഖീഖ് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. എന്താണ് ആ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സുദീർഘമായ ഹദീസിലുണ്ട്, ഉരിളത് അലയ്യ അൽ ഉമം, എനിക്ക് ഉമ്മത്തുകളെ, കഴിഞ്ഞുപോയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും എല്ലാം സമുദായങ്ങളെ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉരിളത് അലയ്യ അൽ ഉമം, എനിക്ക് സമുദായങ്ങളെ പ്രദർശിപ്പിക്കപ്പെട്ടു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം മറ്റ് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഫഉരീതു ഉമ്മത്തി ഫഅജബനി കസ്റതുഹും ഖദ് മലഉ അസ്സഹല വൽ ജബൽ എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ വേളയിലുള്ള സമയത്താണ് ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ ഹജ്ജിൻ്റെ വേളയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. രണ്ടാമത് അത് സ്വപ്നത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ പ്രദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലായിട്ടുണ്ടായിട്ടുള്ളതാണ്. അമ്പിയാക്കളുടെ സ്വപ്നം അത് വഹിയാണ്, നമ്മുടെ സ്വപ്നം പോലെയല്ല, അത് പുലരാൻ പോകുന്ന സത്യമായ കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ വേളയിൽ സ്വപ്നത്തിലാണ് ഈ കാഴ്ച കണ്ടിട്ടുള്ളത്. അതാണ് ഈ പറയുന്നത്, ഉരിള തലയ്യ അൽ ഉമം, എനിക്ക് ഉമ്മത്തീങ്ങളെ, കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നു, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി പറയുന്ന ഓരോ പോയിന്റ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട. ഫറഅയ്തു നബിയ വമഅഹു അർറഹ്ത്, ഞാനൊരു നബിയെ കണ്ടു, വമഅഹു അർറഹ്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ അർറഹ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തൊട്ട് 9 വരെയുള്ള ആളുകളുടെ എണ്ണത്തിനാണ് റഹ്ത്ത് എന്ന് പറയുക. 3 ഒരു സംഘത്തിന് റഹ്ത്ത് എന്ന് പറയും, 4 ഒരു സംഘത്തിന് റഹ്ത്ത് എന്ന് പറയും, 8, 9 ഒക്കെ ഉള്ള 9 വരെയുള്ള സംഘത്തിനെയാണ് റഹ്ത്ത് എന്ന് പറയുന്നത്. ഒരു നബി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ദഅവത്ത് നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടിയത് 3 മുതൽ 10 വരെ. അപ്പം അങ്ങനെ കുറേ ആളുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ചില നബിയുടെ 3 ഉണ്ടാകാം, വേറെ ചില നബിയുടെ 4 ഉണ്ടാകാം, വേറെ ചില നബിയിൽ 9 ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു നബിയെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, ഒരു നബി, അല്ലാഹു തആല അയച്ചിട്ടുള്ള ഒരു നബിക്ക് ദഅവത്ത് ചെയ്തിട്ട് ആകെ കിട്ടിയത് 3 അല്ലെങ്കിൽ 9ൻ്റെ ഇടയിലുള്ള ആളുകളാണ്. പിന്നെ പറയുന്നു വന്നബിയു വമഅഹു അർറജുൽ, വേറൊരു നബി അദ്ദേഹത്തിന് ദഅവത്തിന് ചെയ്ത് കിട്ടിയത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിതകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ട് കിട്ടിയത് ആരെയാണ്? ഒരു വ്യക്തി, അർറജുൽ, ഒറ്റ വ്യക്തി. വന്നബിയു വമഅഹു അർറജുൽ വറജുലാൻ, വേറെ ചിലക്ക് 2 ആൾ. വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വബിഹാദാ നഅലം അന്നൽ ഫദ്ല വൽ ഇബ്റ ബിൽ ഹഖ് വലൈസത് ബികസ്റത്തിൻ നാസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്റ, പാഠം ഉൾക്കൊള്ളേണ്ടത്, യാഥാർത്ഥ്യമുള്ളത് ഹക്കിനാണ് പ്രാധാന്യം. ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നുള്ളതല്ല. ഒരു നബിക്കാണ്, ഒരു ദാഇ അല്ല, ഒരു പ്രാസംഗികനോ അല്ല, ഒരു പണ്ഡിതനോ അല്ല, ഒരു നബി എന്ന് പറഞ്ഞാൽ ഇൽമെല്ലാം പൂർത്തിയായിട്ടുള്ള ആളാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ആ ഇൽമ് എത്തിച്ച ആളായിരിക്കും. ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള
ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും നബിയായിട്ടുള്ള ആളുകൾ, സംശയമില്ല. അങ്ങനെ ഉണ്ടായിട്ട് ആ നബിക്ക് ഒരാളാണ്. അദ്ദേഹം പറയുന്നു വലൈസത് ബികസ്റത്തിന്നാസ്, ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ളതല്ല. ഫമൻ കാന അലൽ ഹഖി ഫഹുവ ഉമ്മ വലൗ കാന വാഹിദ്, ഒരാൾ സത്യത്തിലാണെങ്കിൽ അവൻ തന്നെയാണ് ഉമ്മത്ത്, അവൻ തന്നെയാണ് ഉമ്മത്ത്. വകസ്റത്തുന്നാസ് ലൈസത് അലാമത്തുൻ അലൽ ഹഖ്, ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭാഗം സത്യമാണ് എന്നറിയിക്കുന്നില്ല. വഹാദ മഅന ഖൗലി അഹ്ലിൽ ഇൽം, ഇതാണ് അഹ്ലുൽ ഇൽമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാക്കിന്റെ അർത്ഥം. എന്താണത്? ഇന്നന്നാസ യുഅറഫൂന ബിൽ ഹഖ്, തീർച്ചയായും ജനങ്ങൾ അറിയപ്പെടുന്നത് സത്യത്തിന്റെ പേരിലാണ്. വലാ യുഅറഫുൽ ഹഖു ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് ഒരു കാര്യം സത്യമാണെന്ന് അറിയില്ല. ജനങ്ങൾ ഹക്കാണെങ്കിൽ അതിന്റെ പേരിൽ ഒരാൾ അറിയപ്പെടും. ആളുകൾ കുറേ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹക്കാണ് എന്ന് അറിയപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. വഖദ് തജിദു ആലിമൻ ഫീ ബലദിൻ മിനൽ ബുൽദാൻ വമാ മഅഹു ഇല്ലാ സലാസത്തി തുല്ലാബ് ഔ അർബഅത്തിൻ ഫഖത്ത്, ചിലപ്പോൾ നിനക്ക് ചില നാടുകളിൽ ഒരു പണ്ഡിതനെ കണ്ടേക്കാം, ആ പണ്ഡിതൻ്റെ അടുക്കൽ ആകെ 3 അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികൾ, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുകയുള്ളൂ. വഖദ് തജിദു ആഖർ മഅഹു മിആത്തുൽ ഉലൂഫ്, ചിലപ്പോൾ വേറെ ആൾ ആ നാട്ടിൽ തന്നെ കാണാം, അയാളോടൊപ്പം ലക്ഷങ്ങളുണ്ട്. ഇയാളടുത്ത് 3-4 പണ്ഡിതൻ, മറ്റേയാളടുത്ത് ലക്ഷങ്ങളുണ്ട്. വതജിദുൽ ഹഖ മഅ ഹാദല്ലദി മഅഹു സലാസതു അർബ, പക്ഷേ സത്യം ഉണ്ടാകുക ചിലപ്പോൾ ഈ 3-4 വിദ്യാർത്ഥികൾ മാത്രമുള്ള ആ പണ്ഡിതനായിരിക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ലിഅന്നഹു ഹുവൽ മുതമസ്സികു ബിഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഈ 3-4 പണ്ഡിതൻ വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുത്ത ഈ പണ്ഡിതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ യഥാർത്ഥ ദീൻ പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ഒരുപാടുണ്ടായി, നമ്മൾ വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്നു, നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മളെ അണികളായി ഉണ്ടായി. ഇതൊന്നും ഹക്കിൻ്റെ മാനദണ്ഡമല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത ആളുകൾ കുറഞ്ഞുപോയി, നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാടുണ്ട് എന്നുള്ള വിഷമത്തിലാകേണ്ടതില്ല. എന്തുകൊണ്ട്? ഒരു നബിക്ക് ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഒരു നബിക്ക് 2 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇതിനർത്ഥം നമ്മൾ അലസരായി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിൽ നമ്മൾ എന്തു ചെയ്തു ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ടും പ്രയത്നിച്ചിട്ടും നമുക്ക് ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ടതില്ല. കാരണം നബിമാരിൽ ചിലർക്ക് 1-2 ആളുകളെ, അല്ലെങ്കിൽ ഒരു റഹത്ത് 3 മുതൽ 10 വരെ മാത്രമുള്ള ആളുകളെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്? അത് ഇത്രയും ഫായിദകൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരത് വിശദീകരിച്ചത്. കാരണം ഇനി വിഷയം വേറെയാണ് ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദ് റുഫിഅ ലി സവാദുൻ അലീം, ഇതിനിടയിൽ എനിക്ക് വലിയ സവാദുൻ അലീം, വലിയൊരു സമൂഹത്തെ എനിക്ക് കാണിക്കപ്പെട്ടു. സവാദുൻ അലീം, സവാദ് എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് ആളുകളുണ്ടാകും, മൊത്തത്തിൽ നമുക്കൊരു സംഘം, ഒരു കറുത്ത ഒരു കൂട്ടത്തിനെയാണ്, ഒരുപാടുണ്ടാകുമ്പോഴാണ് സവാദുൻ അലീം എന്ന് പറയുന്നത്. ഫളനൻതു അന്നഹും ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു ഇതെൻ്റെ ഉമ്മത്തായിരിക്കും, കുറേ കണ്ടപ്പോൾ ഇതെൻ്റെ ഉമ്മത്തായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം, ഇത് മുസ്ലിമിൻ്റെതാണ്. കുൽത്തു മാ ഹാദിഹി ഹാദി ഉമ്മത്തി, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്, ഇതെൻ്റെ ഉമ്മത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫഖീൽ അലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു. ഫഖീൽ അലി, ആ ചോദ്യം ഈ മുസ്ലിമിൻ്റെ റിവായത്തിലില്ല, അതുകൊണ്ടാണ് ബുഖാരി എന്ന് അത് കൊടുത്തത്. ഫഖീൽ, എന്നോടപ്പോൾ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് പറയപ്പെടുന്ന കാര്യമാണ്. ഹാദ മൂസ വഖൗമുഹു, ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൗമുമാണ്. അത് ഒരുപാടുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കൗമ് ഒരുപാടുണ്ട്. ഫനളർതു ഫഇദാ സവാദുൻ അലീം, അപ്പം ഞാൻ നോക്കി വേറൊരു വലിയൊരു സവാദ്, വലിയൊരു ആൾക്കൂട്ടത്തെ ഞാൻ കണ്ടു. ഫഖീൽ അലി, അപ്പോൾ എന്നോട് പറയപ്പെട്ടു, എന്താണ് പറയപ്പെട്ടത്? ഹാദിഹി ഉമ്മത്തു, ഇതാണ് നിന്റെ ഉമ്മത്ത് എന്ന് പറയപ്പെട്ടു എന്നാണ്. ബുഖാരിയുടെ റിവായത്തിൽ കാണാം, സുമ്മ ഖീല ലി ഉൻദുർ ഹാഹുന വഹാഹുന ഫി ആഫാഖി സമ, ചക്രവാളം മുഴുവൻ കാണിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഫഇദാ സവാദുൻ ഖദ് മല അൽ ഉഫുഖ്, ചക്രവാളം മുഴുവൻ, അതായത് നമ്മളെ കണ്ണെത്താ ദൂരം മുഴുവനും തിങ്ങി നിറയുന്ന ഒരു സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഉമ്മത്തുക്, ഇത് നിന്റെ ഉമ്മത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വമഅഹും 70 അൽഫൻ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവരോടൊപ്പം 70,000 ആളുകളുണ്ട്. ആ 70,000 ആളുകൾ ഒരു ശിക്ഷയോ ഒരു വിചാരണയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
അറിയിക്കുകയാണ്. എന്നാൽ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ സഹോദരങ്ങളെ കാണാം, വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലായി, അക്കൂട്ടരിൽ നിന്നും 70,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മുസ്ലിമിന്റെ റിവായത്തിൽ വയദ്ഖുലൂനൽ ജന്നത എന്താണ് പറഞ്ഞിട്ടുള്ളത്? മഅഹും 70,000 യദ്ഖുലൂൻ ജന്ന, മഅഹും എന്നാണ് പറയുന്നത്, അവരോടൊപ്പം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മറ്റ് ചില ഹദീസുകളെ ജംഅ ചെയ്തുകൊണ്ടാണ്. അഥവാ കേവലം 70,000 ആളുകൾ മാത്രമല്ല വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ പ്രവേശിപ്പിക്കുന്നത്, മറിച്ച് അതിനോടൊപ്പം ഒരുപാട് ആളുകൾ കൂടിയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. എന്താണ് ആ ഹദീസുകൾ സഹോദരങ്ങളെ? ആ ഹദീസുകളിൽ വന്നിട്ടുള്ളത്, അഥവാ ഈ 70,000 ആളുകളോടൊപ്പം തന്നെ ഓരോ ആയിരങ്ങളോടൊപ്പവും 70,000 ആളുകൾ വേറെയും ഉണ്ടാകും എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഓരോ ആയിരങ്ങളോടൊപ്പവും സഹോദരങ്ങളെ 70,000 ആളുകൾ വേറെയും ഉണ്ടാകും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അഥവാ ഈ 70,000 ആളുകളുണ്ട്, അതിൽ ഓരോ ആയിരത്തിൻ്റെ കൂടെ ഒരു 70,000 ആളുകൾ സഹോദരങ്ങളെ വേറെയുണ്ട്. അപ്പോൾ 49 ലക്ഷത്തോളം പണ്ഡിതന്മാരത് കണക്കൂട്ടി പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത്രയും ആളുകൾ സഹോദരങ്ങളെ ഒരു വിചാരണ ഇല്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്? കാരണം ചിലരെങ്കിലും വിചാരിക്കും 70,000 എന്ന് പറയുമ്പോൾ സഹാബികൾ തന്നെ ഒരുപാടുണ്ടല്ലോ, താബിഈങ്ങളുണ്ട്, അതുപോലെ താബിഈങ്ങളുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് മുഹദ്ദിസുകൾ കടന്നു പോയിട്ടുണ്ട്, ആയിരക്കണക്കിന് മുഫസ്സിറുകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലക്കാരായ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കൊന്നും ഇനി സാധ്യതയില്ല, എന്തായാലും 70,000 ആളുകൾ പോയി. പക്ഷേ ഹദീസുകളിൽ കാണുന്നത് വഅദനി റബ്ബി അയ്യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബിൻ വലാ അദാബ് മഅ കുല്ലി അൽഫിൻ 70,000. ഓരോ ആയിരത്തിൻ്റെ കൂടെ 70,000 ഉണ്ട്. ഓരോ ആയിരത്തിൻ്റെ കൂടെ 70,000-ൽ ഓരോ ആയിരത്തിൻ്റെ കൂടെ 70 ആയിരങ്ങളുണ്ടല്ലോ, ആ ഓരോ ആയിരത്തിൻ്റെ കൂടെയും സഹോദരങ്ങളെ എന്തുണ്ട്? 70,000 ഉണ്ട്. അപ്പോൾ 49 ലക്ഷം. അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ ആളാണ് 70,000 ആൾ. മൊത്തം കൂട്ടിയാൽ 49,70,000 ആളുകൾ സഹോദരങ്ങളെ അദാബില്ലാതെ, ഹിസാബില്ലാതെ പ്രവേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെയും തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി, അതിനോടൊപ്പം എൻ്റെ റബ്ബിൻ്റെ 3 കോരൽ. ഹസ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നമ്മൾ കയ്യിൽ എടുത്തു കോരിയെടുക്കുന്നതിനാണ് പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ, ഇവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗ്ഗക്കാരൻ മാത്രമല്ല, അദാബില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. എന്നാൽ നമ്മൾ ഒരു അമലും ചെയ്യാതെ വഞ്ചിതരാകാനും പാടില്ല. ഇത് ആർക്കാണ് ബാധകമാകേണ്ടത്? നന്നായി അമൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രതീക്ഷ വേണം. എനിക്കും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഹിസാബുമില്ലാതെ, ഒരു അദാബുമില്ലാതെ എനിക്കും പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യണം. കാരണം അതാണ് ഏറ്റവും ഉന്നതമായ തൗഹീദ് പൂർത്തീകരിച്ച ആളുകളുടെ അവസ്ഥ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ അവസ്ഥ. ഒരു വിചാരണ പോലും അവർക്കില്ല, നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അവർ നരകത്തിനെ കാണുമോ? നരകത്തിൽ കാണും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വ ഇന്ന മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ഒരാളും ആ നരകത്തിൻ്റെ അടുക്കലേക്ക് പോകാതെ ഇല്ല, എല്ലാവരും കാണും. പക്ഷേ ഇവർ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പർശനമോ ചൂടോ എന്തെങ്കിലുമൊക്കെ ഏൽക്കും, ഒന്നുമില്ല. അവർ നരകത്തിൻ്റെ മുന്നിലൂടെ ഒന്ന് നടന്നു പോകും, നേരെ സ്വർഗത്തിലാണ്. അവരെ പിടിച്ചൊരു ചോദ്യമൊന്നുമില്ല, നീ എന്തു ചെയ്തു, ഒരു കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യമില്ല, ഒരു ശിക്ഷയുമില്ല. വല അദാബ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു അതിൽ ഖബർ ശിക്ഷയും ഉൾപ്പെടുന്നുണ്ട്. ഖബറിലൊരു ശിക്ഷയില്ല. അതായത് ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തന്നെ ഉള്ളൂ. ഖബർ മുതൽ അങ്ങോട്ട് ഒരു ശിക്ഷയുമില്ല, ഒരു പ്രയാസവുമില്ല. അവിടെ മുതൽ സ്വർഗീയ പൂന്തോപ്പാണ് ഖബർ. പിന്നീട് അങ്ങോട്ടുള്ള പരലോകത്തുള്ള എല്ലാ പ്രയാസഘട്ടങ്ങളിലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയുണ്ട്. മഹ്ശറിലാകട്ടെ, എവിടെയാകട്ടെ സഹോദരങ്ങളെ, അത്തരക്കാരിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹദീസിൽ കാണാം, ഇത് പറഞ്ഞതിന് ശേഷം സുമ്മ നഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റു. ആരാണ് ഇവരെന്നൊന്നും പറഞ്ഞിട്ടില്ല, സുമ്മ നഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു. ഫദഖല മൻസിലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. ഫഹാലന്നാസു ഫി ഉലായി, ജനങ്ങൾ അക്കൂട്ടത്തിപ്പോൾ എന്തായിരിക്കും, ആരെക്കുറിച്ചായിരിക്കും ഈ പറഞ്ഞത്, ആരാണ് പോകുന്നത് എന്ന് അവർക്കറിയില്ലല്ലോ. സഹാബികൾ പല അഭിപ്രായങ്ങളും ഇങ്ങനെ
പറയാൻ തുടങ്ങി. ആ അഭിപ്രായങ്ങളാണ് ഇത് കേട്ട സഹാബി നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തൊക്കെ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞത്? ഫഖാല ബഅദുഹും, അവർ ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സഹിബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വഹാബികളായിരിക്കും, റസൂലുള്ളാഹിനെ അനുഗമിച്ച സ്വഹാബികളായിരിക്കും. കാരണം ചില റിവായത്തിൽ, ബുഖാരിയുടെ റിവായത്തിൽ കാണാം അവർ പറയുന്നതായിട്ട്, നഹ്നുല്ലദീ ആമന്നാ ബില്ലാഹി വത്തബഅന റസൂലഹു ഫനഹ്നുഹും, ഞങ്ങളാണല്ലോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലിനെ പിൻപറ്റുകയും ചെയ്തിട്ടുള്ളത്, ഞങ്ങളായിരിക്കും അക്കൂട്ടർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു സ്വഹാബികളാണ് ഈ പറയുന്ന 70,000 ആളുകൾ, അഥവാ ഈ ഹദീസിൽ പറയുന്ന ആളുകൾ അവരാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞത് എന്താണ്? ഫലഅല്ലഹും, വേറെ ചിലർ പറഞ്ഞു വഖാല ബഅദഹും ഫലഅല്ലഹുമുല്ലദീന വുലിദൂ ഫിൽ ഇസ്ലാം വലം യുശ്രികൂ ബില്ലാഹി ഷൈഅ, അവർ ഇസ്ലാമിലായിക്കൊണ്ട് ജനിക്കുകയും ഒരു ശിർക്കും ചെയ്യാത്ത ആളുകളായിരിക്കും. അതാ സഹാബികളുടെ മക്കൾ. സഹാബികളിൽ പലരും എന്തായിരുന്നു അവസ്ഥ? പലരും ഷിർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പം അതൊന്നുമല്ല, ജീവിതത്തിൽ ഷിർക്ക് ഒരു ലാഞ്ചനയും തൊടാത്ത നമ്മളെ മക്കളുണ്ടല്ലോ, സഹാബികളുടെ മക്കൾ, അവർ തൗഹീദിലായിട്ടാണ് ജനിച്ചത്, അവർ ജാഹിലിയത്ത് കണ്ടിട്ടില്ല, തൗഹീദിലായിട്ട് തന്നെ ജീവിക്കുന്നവരുമാണ്. അപ്പോൾ അവരായിരിക്കും. അങ്ങനെ ഒരു അഭിപ്രായവും അവിടെ അവർ പറയുകയുണ്ടായി. വദക്കറു അഷ്യ, അങ്ങനെ പല അഭിപ്രായങ്ങളും അവിടെ അവരിങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാരണം ആളുകൾക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാക്കി, പിന്നെ അവിടെ ശ്രദ്ധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും ഇതിന് മറുപടി പറയാൻ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ അകത്തേക്ക് പോയി. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നിട്ട് അവരെ അറിയിച്ചു. ആ അറിയിച്ച കാര്യമാണ് തഹ്ഖീഖ് തൗഹീദിൻ്റെ ഉന്നതമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മുടെ ഖൽബ് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കണം എന്നറിയിക്കുന്ന ഈ കാര്യം. എന്തൊക്കെ കാര്യമാണ് സഹോദരങ്ങൾ അറിയിച്ചത്? ഹുമുല്ലദീൻ, ആ വിഭാഗം ആളുകൾ, ലാ യസ്തർഖൂൻ, അവർ റുക്യ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല, വലാ യക്തവൂൻ, കവ എന്ന് പറഞ്ഞാൽ ചൂട് വെക്കുക എന്നുള്ളതാണ്. ആ ചൂട് വെക്കുന്ന ചികിത്സ അത് തീ കൊണ്ടുള്ള ഒരു ചികിത്സ, തീ കൊണ്ട് കരിച്ചിട്ടുള്ള ഒരു ചികിത്സക്കാണ് പറയുന്നത്, അതിനും അവർ ആവശ്യപ്പെടുകയില്ല. വലാ യതതയ്യറൂൻ, അവർ പക്ഷി നോട്ടത്തിന് ഉണ്ടാവുകയില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ പൂർണ്ണമായി തവക്കുല് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സഹോദരങ്ങളെ, ഇതിൽ 2 കാര്യം നമുക്ക് വ്യക്തമാണ്. ഒന്ന്, വലാ യതതയ്യറൂൻ, അവർ പക്ഷി നോട്ടം, അത് ഷിർക്കാണ്, ഷിർക്കിൽപ്പെട്ട കാര്യമാണ്. അത്വീറത്തു മിന ഷിർക്ക് എന്ന ഹദീസിൽ വന്ന കാര്യമാണ്. അതെന്തായാലും മുവഹിദീങ്ങൾ, തഹ്ഖീഖ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ ചെയ്യുകയില്ല എന്നുള്ള കാര്യം സംശയമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ പരിപൂർണ്ണമായി തവക്കുൽ ചെയ്യുന്നവരാണ്, ഇതിലും സംശയമില്ല. പക്ഷേ തുടക്കത്തിലുള്ള 2 കാര്യം, ലാ യസ്തർഖൂൻ, ഇത് പണ്ഡിതന്മാർ അഭിപ്രായം ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ വലാ യക്തവൂൻ, ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞാൽ ലാ യത്ലുബൂന റുഖ്യ മിൻ ഗൈരിഹിം, മറ്റൊരാളോട് റുഖ്യ ചെയ്തു തരാൻ ആവശ്യപ്പെടുകയില്ല, മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടുകയില്ല. അതുപോലെ വലാ യക്തവൂൻ, അവർ അൽ ഇലാജ് ബിന്നാർ, ഈ തീ കൊണ്ടുള്ള ഈ ചികിത്സ ചെയ്തു തരാനും ഒരാളോടും തീ കൊണ്ടുള്ള ചികിത്സ അത് ചെയ്യുകയുമില്ല, ആവശ്യപ്പെടുകയില്ല. അൽ ഇലാജ് ബിന്നാർ, തീ കൊണ്ടുള്ള ചികിത്സ അവർ ചെയ്യുകയുമില്ല. ഈ 2 കാര്യം. ഇത് ഇഷ്കാൽ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ലാ യസ്തർഖൂൻ, റുഖ്യ ചെയ്തു തരാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഇവർ ചികിത്സയെ ചെയ്യാത്ത ആളുകളാണ്, ഐ ലാ യതദാവൂൻ, അവർ ചികിത്സയെ ചെയ്യുകയില്ല എന്നുള്ളത്. പക്ഷേ ഈ അഭിപ്രായം തികച്ചും തെറ്റായ കാര്യമാണ്. അഥവാ തഹ്ഖീഖ് തൗഹീദിൻ്റെ ഭാഗമല്ല നമ്മൾ ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത്, തഹ്ഖീഖ് തൗഹീദിൻ്റെ ഭാഗമല്ല. എന്തുകൊണ്ട്? കാരണം ഇമാമുൽ മുതവക്കിലീങ്ങളുടെ തവക്കുൽ ചെയ്യുന്നവരുടെ ഇമാമായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചികിത്സ സ്വീകരിച്ചിട്ടുണ്ട്. എപ്പോൾ? ഒരുപാട് സന്ദർഭത്തിൽ കാണാം. ഇഹ്തജമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റഹ്സിഹി വഹുവ മുഹ്രിമുൻ മിൻ വജഇൻ കാന ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലക്കൊരു വേദന ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുന്ന് ഹിജാമ ചെയ്തിട്ടുണ്ട്. അത് ചികിത്സയാണ്. ഹിജാമ എന്ന് പറയുന്നത് ഒരു ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദിൽ, നമുക്കറിയാം ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലക്ക് അടി കിട്ടി, അവിടുത്തെ പല്ല് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു, രക്തം വാർന്നൊലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം ഇങ്ങനെ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഫാത്തിമ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പടച്ചട്ടയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ചപ്പോൾ രക്തം നന്നായി പോവുകയാണ്, രക്തം നിൽക്കുന്നില്ല. ഉടനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന ഒരു പായ, ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പായ, അത് കരിക്കുകയും ആ കരി അവിടെ വെച്ചു കൊടുക്കുകയും അങ്ങനെ രക്തം നിൽക്കുകയും ചെയ്തു. അതൊരു ചികിത്സയാണ്, ആ രൂപത്തിൽ ചെയ്യുന്ന ഒരു നാടൻ ചികിത്സയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുറിവുണ്ടായിരുന്ന, വേദന ഉണ്ടായിരുന്ന സ്ഥലത്ത് ഹന്ന, മൈലാഞ്ചി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്തു വന്നാലും അത് സഹിക്കുക, ഒരു ചികിത്സയും സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് ഉള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് രോഗത്തിന് ചികിത്സിക്കുക എന്ന് പറയുന്നത് അത് തവക്കുലിന് എതിരല്ല. അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ചിട്ട് ആ സബബുകൾ സ്വീകരിക്കുന്നത് തവക്കുലിനെതിരല്ല. അതുകൊണ്ട് ഇത് റുഖ്യ ചെയ്യാൻ പാടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം, ചികിത്സ തേടാൻ പാടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ അവരുടെ കൽബ് സബബുകളുമായി ബന്ധപ്പെടുത്തുകയില്ല. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അത് വരാൻ സാധ്യതയില്ല. അത് കാരണം അത് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അത് ഈ പ്രത്യേക മസീയത്തുള്ള സ്പെഷ്യലുള്ള ആളുകൾക്ക് മാത്രം ഉണ്ടല്ല, എല്ലാ മുവഹിദീങ്ങൾക്കും അവരുടെ കൽബ് സബബുമായി ബന്ധപ്പെടുത്താൻ പാടില്ല. കൽബ് അള്ളാഹുമായിട്ടേ ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. സബബുകൾ സ്വീകരിക്കുക, കൽബ് അള്ളാഹുമായി ബന്ധപ്പെടുത്തുക, ഇതെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അത് പ്രത്യേകതമായി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യത്ലുബൂന റുഖിയ, അവർ റുഖിയ ആവശ്യപ്പെടുകയില്ല എന്നാണ്. പക്ഷേ എങ്കിലും ഇവിടെ എന്തുണ്ട്? ഇഷ്കാലുണ്ട്. കാരണം ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ ആവശ്യപ്പെടുന്നത് അനുവദിച്ചു കൊടുക്കുകയാണ്. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന വലദ ജഅഫർ തുസ്രിഉ ഇലൈഹിമുൽ ഐൻ അഫ അസ്തർഖി ലഹും. അല്ലാഹുവിൻ്റെ റസൂലെ, ജാഫറിൻ്റെ മകന് കണ്ണേർ തട്ടിയിട്ടുണ്ട്, ഞാൻ ആരോടെങ്കിലും റുഖ്യ ചെയ്തു തരാൻ ആവശ്യപ്പെടട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അഥവാ നീ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടോളൂ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരാൾക്കൊരു കമാലിന് കുറവ് വരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കില്ലല്ലോ. അപ്പോൾ ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ ചികിത്സ, തീ കൊണ്ടുള്ള ചികിത്സ, അത് ചെയ്യാത്തവരാണ് വലാ യക്തവൂൻ എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അസ്അദ് ബിൻ സറാറ റളിയല്ലാഹു അൻഹുവിന് കൈ കൊണ്ടുള്ള ചികിത്സ, അതായത് തീ കൊണ്ടുള്ള ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചെയ്തതായിട്ട് നമുക്ക് ഹദീസിൽ കാണാം. അതുപോലെ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുവീതു മിൻ ദാത്തിൽ ജൻബ്, എൻ്റെ പാർശ്വഭാഗത്തൊരു രോഗം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ കൈ കൊണ്ട് ചികിത്സ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈ, റസൂൽ ജീവിച്ചിരിക്കുന്നുണ്ട്. വശഹിദനി അബൂ തൽഹ വ അനസ് ബിൻ അന്നദർ വ സെയ്ദ് ബിൻ സാബിത് വ അബൂ തൽഹ കവാനി. പണ്ഡിതന്മാരായ മദീനയിലുള്ള ആളുകളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്, ആരും വിമർശിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അതുമല്ല, അതായത് അതുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്നും അല്ല അതിൻ്റെ ഉദ്ദേശം. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹും ലാ യഫ്അലൂന ദാലിക മഅ അദമിൽ ഹാജതി ഷദീദ, ശക്തമായ ആവശ്യമില്ലാതെ അവരെന്ത് ചെയ്യില്ല? ഇത് ആവശ്യപ്പെടില്ല. അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക് അവർ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടില്ല. നിസ്സാരമായ ഒരു കാര്യങ്ങൾക്ക് ഈ തീ കൊണ്ടുള്ള ചികിത്സ അവർ സ്വീകരിക്കുക. നമുക്ക് കഠിനമായ പ്രയാസം ഉണ്ടാവും, രോഗമെല്ലാം പല രൂപത്തിലാണ്. അതായത് ഒരു രക്ഷയുമില്ല, ഒരു അത്ര ബുദ്ധിമുട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാരണം ഈ രോഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇബാദത്ത് ചെയ്യാനൊന്നും പറ്റാത്ത, അങ്ങനെ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരാളോട് എന്ത് ചെയ്യാം? എനിക്ക് റുഖ്യ ചെയ്തു തരൂ എന്ന് പറയാം എന്നാണ് ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫ്ളഹുല്ലാഹ്, അദ്ദേഹം ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അഭിപ്രായത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? ഈ കൈ കൊണ്ടുള്ള ഈ തീ വെച്ചിട്ടുള്ള ഈ ചികിത്സയും ചെയ്യാം, അതുപോലെ റുഖ്യക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. അതിൻ്റെ അർത്ഥം നമുക്ക് റുഖ്യ സ്വീകരിക്കാൻ പറ്റില്ല എന്നില്ല. ഇവിടെ ആവശ്യപ്പെടൽ മാത്രമേ വിഷയമുണ്ടെങ്കിൽ തന്നെയുള്ളൂ. ഒരാൾ നമുക്ക് അറിഞ്ഞിട്ട് റുഖ്യ ചെയ്തു തരാണെങ്കിലോ, അതിൽ നമ്മൾ ഈ 70,000 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിസാബില്ലാതെ അദാബില്ലാതെ പോകുന്ന ആൾ നമ്മൾ പുറത്തു പോകുകയില്ല. ഇപ്പോൾ നമുക്ക് പ്രയാസമുണ്ട്, ഇപ്പോൾ ഒരാൾ കണ്ടറിഞ്ഞിട്ട് നമുക്കൊന്ന് ഖുർആൻ ഓതി തന്നു, നമ്മൾ ചികിത്സിച്ചാൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ആ ഫضل നഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മളത് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടാതെ കിട്ടിയതാണ്, അത് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ആർക്കെങ്കിലും അങ്ങനെ പ്രയാസങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടറിഞ്ഞിട്ട് അവന് റുഖ്യ ചെയ്തു കൊടുക്കുക. എന്നാൽ അവൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരികയുമില്ല, അവന് അദാബില്ലാതെ ഹിസാബില്ലാതെ പോകുന്ന കൂട്ടത്തിൽ പെടാൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മനസ്സിലായില്ല? അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ആ രൂപത്തിൽ ചികിത്സ, എവിടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കാണാൻ പോയാൽ നമ്മൾ ഖുർആൻ ഓതിയിട്ട് അല്ലെങ്കിൽ ദിക്റുകൾ ഓതി അവൻ ഊതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയി ചെയ്തു കൊടുക്കുക, അവൻ ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങേയറ്റത്ത് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഒരാൾ ചോദിച്ചാലും അവൻ ഈ കൂട്ടത്തിൽ നിന്നും പുറത്തു പോവുകയില്ല എന്നാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ലാ യസ്തർഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഷിർക്കൻ റുഖ്യകൾ ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമാണ്. അതല്ലാത്ത റുഖ്യകൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. ഷിർക്കല്ലാത്ത റുഖ്യ അവർ ആവശ്യപ്പെട്ട ഖുർആൻ ഓതിത്തരാൻ ഒരാൾ പറഞ്ഞാൽ അത് ഇതിൽ പെടുന്നില്ല. അവർ ഷിർക്കൻ മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് പോയാലാണ് അവർ ഈ കൂട്ടത്തിൽ പെടാതിരിക്കുക എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം. നമ്മൾ ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക. ഇത്രയും സംഭവിച്ചു, ഈ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പിന്നെ സംഭവിച്ചത് ഫഖാമ ഉക്കാശത്ത് ബിൻ മെഹ്സൻ. ഉക്കാശത്ത് ബിൻ മെഹ്സൻ എന്ന് പറയുന്ന
റളിയല്ലാഹു അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സഹാബി, അദ്ദേഹം അവിടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ് അൻ യജ്അലനി മിൻഹും, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ താങ്കൾ ദുആ ചെയ്യണം എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. പല റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില റിവായത്തിൽ അദ്ദേഹം അമിൻഹും അന, ഞാൻ കൂട്ടത്തിൽ പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറയുന്നുണ്ട്. വേറെ ചില റിവായത്തിൽ ഇതേപോലെയുള്ള ചോദ്യം ചോദിക്കുകയാണ്, എന്നെ അതിൽ പെടുത്താൻ പറയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽഹും മിൻഹും, അള്ളാഹു അവനെ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് പല റിവായത്തിലും ഉള്ളത്. അതിനെല്ലാം ജമഅ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ജഅൽഹു മിൻഹും എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിനുശേഷം ഞാൻ അക്കൂട്ടരിൽ പെട്ടവനാണോ എന്ന് ചോദിച്ചു. അത് വഹി ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല, പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ വഹി ഇറങ്ങിയോ എന്നറിയാൻ പ്രതീക്ഷയോടുകൂടി ഞാൻ അക്കൂട്ടത്തിൽ പെട്ടവനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഹദീസിൻ്റെ റിവായത്ത് അൻത മിൻഹു, അതെ നീ അക്കൂട്ടരിൽ പെട്ടവനാണ് എന്ന സന്തോഷ വാർത്ത. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളിൽ ഒരാളാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ സുമ്മ ഖാമ റജുലുൻ ആഖർ, മറ്റൊരാൾ അവിടുന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഉദ്ഉല്ലാഹ് അൻ യജ്അലനി മിൻഹും, അള്ളാഹുവിനോട് എന്നെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യണം. ഒരാൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻഗണന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു അയാൾ ചിലപ്പോൾ മുനാഫിക്കായിരിക്കും. അപ്പോൾ മുനാഫികൾ, സ്വഹാബികളുടെ കൂട്ടത്തിൽ മുനാഫികൾ വന്നിട്ട് ചോദിച്ചായിരിക്കും, അതുകൊണ്ടാണ് അയാളോട് നീ ഇല്ല എന്ന് പറയാൻ കാരണം, അത് നിനക്ക് അതിന് സ്ഥാനമില്ല എന്ന് പറയാൻ കാരണം അതായിരിക്കണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അല്ല, അത് ശരിയല്ല, കാരണം സ്വഹാബികൾ മാത്രമാണ്, അയാൾ വിശ്വാസി ആയതുകൊണ്ട് മാത്രമാണ് അയാൾ ദുആ ചെയ്യാനൊക്കെ പറയുന്നത്. മുനാഫിക്കുകൾ ഇങ്ങനെ പുറമേ മുസ്ലിമീങ്ങളായി കാണിക്കാമെന്നല്ലാതെ ദുആ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിൽ വിശ്വാസം ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് ഇദ്ദേഹം സ്വഹാബി തന്നെയാണ് ഈ ചോദിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വാതിലടച്ചതാണ്. കാരണം എന്താണ്? കാരണം എല്ലാ സ്വഹാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാനോ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനോ അതിൽ ഉൾപ്പെട്ടു എന്ന് അറിയാനും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അടുത്താൾ എഴുന്നേൽക്കും, നബി എനിക്ക് വേണ്ടി ദുആ ചെയ്യും, അടുത്താൾ എഴുന്നേൽക്കും, ഒക്കെ എല്ലാവർക്കും വേണ്ടി അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അധ്യായം അവിടെ അവസാനിപ്പിച്ചു. സബഖക ബിഹാ ഉക്കാശ, ഉക്കാശ മുൻകടന്നു, അതിനാരുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവസാനിപ്പിച്ചതാണ് എന്നാണ് പറയാറുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് ഈ ഹദീസിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ 70,000 ആളുകൾ മാത്രമല്ല ഈ ഹദീസിൻ്റെ റിവായത്തിലുള്ളതുപോലെ മറ്റ് റിവായത്തുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പണ്ഡിതന്മാർ അത് അതിനേക്കാളും ഇരട്ടിയാണ്. ഓരോ 70,000-ലെ ഓരോ ആയിരത്തിലും 70,000 ആളുകളുണ്ട്. അത് നമ്മൾ കണക്കൂട്ടി നോക്കുക. ഓരോ 1000-നും 70,000 ആളുകളുണ്ട്. അങ്ങനെ അതിനോടൊപ്പം ഈ 70,000 കൂടി കൂട്ടിയാൽ അത്രയും വലിയ സംഖ്യ ഉണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 3 കോരലുകൾ കൂടി അതോടൊപ്പം അള്ളാഹു തആല ആളുകളെ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഫൈന ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, എൻ്റെ ഉമ്മത്ത് എവിടെ? ഫഖീല ലി ഉൻദുർ ഇലാ യമീനിക്, നീ നിൻ്റെ വലതുഭാഗത്ത് നോക്കൂ. ഫഇദ ഉദ്ദിറാബ്, അവിടെ ഒരു ദിറാബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പർവ്വതമാണ്. ഫഇദ അദ്ദിറാബ് ഖദ് സുദ്ദു ബിവുജൂഹി റിജാൽ, ഒരു ചെറിയ പർവ്വതത്തെ കവർ ചെയ്യേണ്ട അത്രയും ആളുകൾ വലതുഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ആളുകൾ വലതുഭാഗത്തുണ്ട്. തുമ്മ ഖീല ലി ഉൻദുർ അൻ യസാരിക്, നീ നിൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കൂ. ഫനദർതു ഫഇദ അൽ ഉഫുഖു ഖദ് സുദ്ദ ബിവുജൂഹി റിജാൽ, മനുഷ്യന്മാരെ കൊണ്ട് ആ ചക്രവാളം, ഇടതുഭാഗത്തുള്ള ചക്രവാളം മുഴുവനും നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖീല ലി അറദീത്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, താങ്കൾ തൃപ്തിപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റദീതു യാ റബ്ബ്, റദീതു യാ റബ്ബ്, എനിക്ക് തൃപ്തിയായ റബ്ബേ എന്ന് പറഞ്ഞു. ഫഖീല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, ഇന്ന മഅ ഹഉലാഇ 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഈ വലതുഭാഗത്ത് ഒരു പർവ്വതം മറക്കാനുള്ള അത്രയും ആളുകളുണ്ട്, ഇടതുഭാഗത്തുള്ള ചക്രവാളക്കണക്കിന് ആളുകളുണ്ട്, അവരോടൊപ്പം 70,000 ആളുകൾ കൂടിയുണ്ട്. ഇവരെല്ലാവരും യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, സ്വർഗത്തിൽ ഒരു വിചാരണ ഇല്ലാതെ പ്രവേശിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 കാര്യം പറഞ്ഞു. വലതുഭാഗത്ത് ഇത്രയും ആളുകൾ പറഞ്ഞു, ഒരു പർവ്വതം മറക്കേണ്ട ആളുകൾ. ഇടതുഭാഗത്ത് ചക്രവാളത്തിൻ്റെ അത്രയും ആളുകൾ പറഞ്ഞു. പിന്നീട് 70,000-നെ കുറിച്ചിട്ടും പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുന്നുണ്ട്, ഫിദാലക്കും അബി വ ഉമ്മി, എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് പകരമാകട്ടെ. ഇനിസ്തതഅതും അൻ തഖൂലു മിന 70,000 ഫഫഅലൂ, നമ്മളോടുമുള്ള കൽപ്പനയാണ്, നമ്മളോടുമുള്ള പ്രോത്സാഹിപ്പിക്കലാണ്. നിങ്ങൾക്ക് ആ 70,000 കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക.
ഫഇൻ ഖസ്സർതും ഫകൂനു മിൻ അഹ്ലിൽ ദിറാബ്, നിങ്ങൾ അതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഹ്ലുൽ ദിറാബ്, ഇപ്പുറത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു, അക്കൂട്ടത്തിലെങ്കിലും നിങ്ങൾ ഉൾപ്പെടാൻ ശ്രമിക്കുക. ഫഇൻ ഖസ്സർതും ഫകൂനു മിൻ അഹ്ലിൽ ഉഫുഖ്, അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പുറത്ത് ചക്രവാളക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ നിങ്ങൾ ഉൾപ്പെടാൻ ശ്രമിക്കുക എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫഇന്നി ഖദ് റഅയ്തു ثم ناسا يتهاوشون, ഞാൻ അവിടെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ യതഹാവശൂൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി കടപിടി മത്സരങ്ങൾ നടത്തുന്ന, പരസ്പരം കൊല്ലുകയും അങ്ങനെ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അവർ ഈ പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള ഒരു പരിശ്രമമില്ല, ഒരു ദുനിയാവിന് വേണ്ടി അങ്ങനെ സമയം ചെലവഴിച്ച, അതിനുവേണ്ടി മെനക്കെട്ട ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയണം. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ വിചാരണ ഇല്ലാതെ, ശിക്ഷയില്ലാതെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇനിയും മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെയാണത്? അവർക്കുണ്ട് ഹിസാബൻ യസീറ, കേവല വിചാരണ ഉള്ള ആളുകളുണ്ട്. ഇത് വിചാരണ ഇല്ലാത്ത ആളുകളാണ്. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കലേക്ക് എത്തുകയും മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ അവന് ചുറ്റും മറയിടുകയും അവനോട് ചോദിക്കുകയും ചെയ്യുമെന്നാണ്. നീ ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ? അങ്ങനെ ഓരോ തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ അവൻ രഹസ്യവും പരസ്യവുമായി ചെയ്ത തിന്മകൾ അവനെ ഓർമ്മിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അവൻ ഞാൻ നശിച്ചതു തന്നെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അംഗീകരിക്കും. അവൻ അങ്ങനെ ചിന്തിക്കും, ഇനി എനിക്ക് രക്ഷയില്ല, കാരണം ഓരോ തിന്മയും റബ്ബ് പിടിച്ചിട്ടുണ്ട്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് പറയും, ഖദ് സതർതുഹാ അലൈക ഫിദ് ദുനിയാ വ ഇന്നി അഗ്ഫിറുഹാ ലകൽ യൗം, ദുനിയാവിൽ ആരും അറിയാതെ ഞാൻ നിനക്കിത് മറച്ചു വെച്ചിട്ടുണ്ട്, ഇന്നേ ദിവസം നിനക്കിത് ഞാൻ പുറത്തു തരികയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായ വിചാരണ ഇല്ല. ഈ രൂപത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് അവരോട് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, കാരുണ്യം അവിടെ ഓരോരുത്തരും കാണുന്നതാണ്. അതിനുശേഷം സഹോദരങ്ങളെ അക്കൂട്ടത്തിൽ നമ്മൾ പെടരുത്. അവർ വമിൻഹും മൻ യുനാഖിഷുൽ ഹിസാബ്, അവരോട് ഓരോ കാര്യം ചോദിക്കും, മുനാഖിഷ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കപ്പെടും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസിൽ വന്നതുപോലെ മന്നൂഖിഷ അൽ ഹിസാബ് ഉദ്ദിബ്, ആരെങ്കിലും ആ രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഉദ്ദിബ്, അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ, പിന്നീട് അവന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ സഹോദരങ്ങളെ അവർ നരകത്തിൽ പ്രവേശിക്കും. പക്ഷേ അക്കൂട്ടരിൽ വേഗത്തിൽ ഷഫാഅത്തിലൂടെ, അമ്പിയാക്കളുടെ, മലായിക്കത്തുകളുടെ, അവൻ്റെ സ്വാലിഹീങ്ങളായ കൂട്ടുകാരുടെ ഷഫാഅത്തിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അവൻ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ദുനിയാവിൽ ഇരുന്നിരുന്നു, കൂട്ടത്തിൽ അവൻ ഇരുന്നിരുന്നു. അങ്ങനെ അവരുടെ ഷഫാഅത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അവർ നരകത്തിൽ പ്രവേശിച്ചു, പക്ഷേ നരകത്തിൽ അങ്ങനെ കത്തിയെരിയുന്നില്ല. നരകത്തിൽ പ്രവേശിച്ചു, പക്ഷെ നരകത്തിൽ അവർ അതിൻ്റെ തീപ്പൊള്ള ഏൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ഇവൻ ദുനിയാവിൽ ഏതൊരു സാലിഹ്യങ്ങളുടെ കൂടെയാണോ ഇരുന്നിട്ടുള്ളത് അവരോട് പറയും, നിന്റെ ചില കൂട്ടുകാർ അവിടെ ഉണ്ട്, നരകത്തിലുണ്ട്, നീ അങ്ങോട്ട് പോയി നോക്കിയിട്ട് അവരെ ഷഫാഅത്ത് ചെയ്തെടുത്തുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അങ്ങനെ അവർ നരകത്തിലേക്ക് പോകുമ്പോഴതാ ദുനിയാവിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ ആളുകൾ അവിടെ നരകത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അവർ ഉടൻ തന്നെ അവരോട് ഈ സ്വാലിഹ്യങ്ങളായ ആളുകൾ പറയും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഷഫാഅത്ത് കൊടുക്കുകയാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത് സാലിഹ്യങ്ങളായ ആളുകളുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഫضൽ അറിയിക്കുന്ന കാര്യമാണ്. ദുനിയാവിൽ നമ്മൾ ഇരിക്കേണ്ടത് അത്തരം സാലിഹ്യങ്ങളായ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അത്തരക്കാരായ ആളോടൊപ്പം ഇരിക്കാതെ നമ്മൾ താന്തോന്നികളുടെയും തോന്നിവാസികളുടെയും കൂടെ ഇരുന്നാൽ സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കൂട്ടുകാരുകൾ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുന്ന ശത്രുക്കൾ മാത്രമായിരിക്കും. എന്നാൽ സാലിഹ്യങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അത്തരക്കാരായ ആളുകളോടൊപ്പം ഇരുന്നാൽ അവരുടെ ഷഫാഅത്തിലൂടെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും നമ്മളെ കരകയറ്റുമെന്നാണ്. അത് അവരുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ അൽമർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവൻ്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടൊപ്പമാണ് ഇരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദുള്ള ആളുകളോടൊപ്പം ഇരിക്കുക, സുന്നത്ത് പാലിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കുക.
തിന്മകളുടെ ആളോടൊപ്പം, ബിദ്അത്തുകളുടെ ആളോടൊപ്പം, ഷിർക്കിൻ്റെ ആളോടൊപ്പം അവരോടൊപ്പം അല്ല നമ്മൾ സഹവസിക്കേണ്ടത്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു പദവിയിലേക്ക് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർ ദുനിയാവിൽ സ്വാലിഹീങ്ങളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്, നിസ്കരിക്കുന്ന ആളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്, നന്മ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ആഖിറത്തിൽ സഹോദരങ്ങളെ ബോധ്യപ്പെടുകയാണ്. അതിനുശേഷം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്, തൗഹീദുള്ള ആളുകൾ തന്നെ. പക്ഷേ അവർ ദുനിയാവിൽ നിസ്കരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാര ഭാഗത്ത് ശിക്ഷ ലഭിക്കുകയില്ല. പിന്നീട് അവരുടെ ദീർഘകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം മാത്രമാണ് അവർക്ക് ആ നരകത്തിൽ നിന്നും പ്രവേശിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നരകത്തിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമുണ്ട്, ഷിർക്കിലായിക്കൊണ്ട് മരണപ്പെടുന്ന ആളുകൾ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഷിർക്കിലായി മരണപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത എന്ത് തിന്മകൾ ചെയ്താലും റബ്ബു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ അപകടമാണത്. അവനൊരു രക്ഷയില്ല. ആലോചിച്ച് നോക്കൂ, അവിടെ ഇനി മരണമില്ല. അല്ലാഹു തആല മരണത്തെ ഒരു ആടിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ അറുത്തുകൊണ്ട് പറയുകയും ചെയ്യും, ഇതാ മരണത്തെ കൊന്നിരിക്കുന്നു. ഇനി ഖുലൂദ്, സ്വർഗ്ഗക്കാർക്ക് എന്നും സ്വർഗത്തിൽ തന്നെയാണ്, അവർ ശാശ്വതവാസികളാണ്. നരകത്തിൽ ശാശ്വതരായിട്ടുള്ള ആളുകൾ ശിക്ഷ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ, ഓരോ ദിവസവും ശിക്ഷ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ അതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. ഷിർക്കിൻ്റെ അപകടമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ ഷിർക്കിൽ പെട്ടുപോകുന്ന, ജാറങ്ങളിൽ പോകുന്ന, ഇത്തരത്തിലുള്ള അമ്പിയാക്കളോടും ഔലിയാക്കളോടൊക്കെ വലിയ അഭിമാനത്തോടുകൂടി തർക്കിച്ചും പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സഹതാപമാണ് അവരോട് വേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് നസീഹത്തുകൾ കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം നാളെ ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരു ഷഫാഅത്തും അവർക്ക് ലഭിക്കുകയില്ല. ഒരു സാലിഹിൻ്റെ, ഒരു അമ്പിയാവിൻ്റെ ഒരു ഷഫാഅത്തും അവർക്ക് ലഭിക്കുകയില്ല. അവർ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്കായിരിക്കും പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള ഷിർക്കുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ മഅസിയത്തുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ തൗബ ചെയ്തുകൊണ്ട് മടങ്ങി ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.